എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി എല്ലാവർക്കും ജീവിതത്തിലെ സമൃദ്ധിയും സന്തോഷവും ആരോഗ്യവും മറ്റെല്ലാം എന്തൊക്കെയാണോ നമുക്ക് ചേർക്കേണ്ടത്, ജീവിതത്തിൽ എന്തൊക്കെയാണോ വേണ്ടത്, അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവട്ടെ എന്നുള്ള ലളിതമായ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ജീവിതം ഇങ്ങനെ മിന്നി മിന്നി മാറി മാറി കൊണ്ടിരിക്കുക അല്ലേ? നക്ഷത്ര തിളക്കം എന്നൊക്കെ പറഞ്ഞ പോലെ പലർക്കും ജീവിതത്തിൽ മിറാക്കിളുകളുടെ തിളക്കങ്ങളിലൂടെയാണ് പോകുന്നത്. എങ്ങനെയൊക്കെയോ എന്താണെന്നുള്ളത് പോലും നമ്മൾ തന്നെ അതിശയിച്ച് നിന്നു പോകുന്ന അവസ്ഥകളിലൂടെ ജീവിതം കടന്നു പോകുന്നത് കാണുമ്പോൾ ആഹാ, എന്തൊരു രസമുള്ള അവസ്ഥയാണെന്നറിയാം. ഇതിനാണല്ലോ പൊതുവെ നമ്മൾ അനുഭൂതി എന്നൊക്കെ പറയും. ഈ അനുഭൂതി എന്ന് പറയുന്നത് ആകസ്മികമായി നമുക്കുണ്ടാവുന്ന ഒരു ഫീലിങ്സിനെയാണ്, മുമ്പേ നമ്മൾ തീരുമാനിച്ചുണ്ടാകുന്ന ഒരു ഫീലിങ്സ് അല്ല, ആകസ്മികമായി നമുക്ക് ലഭിക്കുന്ന ഏതോ ഒരു വാക്കുകൾക്കപ്പുറത്തുള്ള അനുഭവത്തെയാണ് അനുഭൂതി എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ചിലയാൾ വഴിയെ പോകുന്ന ലോട്ടറിയൊക്കെ കയറി എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോട്ടറി അടിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴേക്കും ഗൂഗിൾ പേയില് കാശ് വരിക, ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. അപ്പൊ അത്തരം അതിശയപരമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥമാണ്. ഇത് മന്ത്രമല്ല, മായയല്ല, ഇന്ദ്രജാലമല്ല, ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഇത്രയും വളരെ ലളിതമാണ് ജീവിതം. ഇത് വളരെ യാഥാർത്ഥ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഭംഗി ഉള്ള ഭാഗം. എപ്പോഴാണോ നമ്മൾക്ക് ലഭിച്ച കാര്യത്തിൽ നമ്മൾ നിറവ് അനുഭവിക്കുന്നത്, ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയാം, എപ്പോഴാണോ നമുക്ക് ലഭിച്ച കാര്യങ്ങളിൽ നമ്മൾ നിറവ് അനുഭവിക്കുന്നത്, അപ്പോൾ മാത്രമേ വരാനിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളിലേക്ക് സുലഭമായി വരികയുള്ളൂ എന്ന മനസ്സിലാക്കലാണ് ഏറ്റവും പ്രാധാന്യം എന്നറിയുക. ആ മനസ്സിലാക്കലിലൂടെ മാത്രമാണ് നമുക്ക് ജീവിതത്തെ എങ്ങോട്ടാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്? നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ ഇച്ഛയനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമനുസരിച്ച്, നമ്മുടെ കൃത്യമായ ബോധ തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നറിയുക. അപ്പോൾ എപ്പോഴും നമുക്ക് ബോധമുണ്ടായാൽ മാത്രമേ നമുക്ക് ബോധതലം ഉണ്ടാവുകയുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ പൊതുവെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം. അപ്പോൾ അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് മാജിക്കുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇന്നത്തെ സബ്ജക്റ്റ് നമുക്ക് പോകാം. സകല സൗഭാഗ്യങ്ങൾക്കും വേണ്ടി എന്തോ ഒന്ന് ഇവിടെ തരാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. അതിനു മുമ്പേ ഇന്നലെയും മിനിഞ്ഞാന്നും കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിട്ടിയ സൗഭാഗ്യങ്ങൾ നമ്മൾ അറിയണ്ടേ? അതും കൂടി അറിഞ്ഞാലല്ലേ മറ്റേ കാര്യമുള്ളൂ അല്ലെ? അപ്പോൾ അത് ലഭിച്ച ആൾക്കാരൊക്കെ അൺമ്യൂട്ട് ചെയ്തോളൂ. 1 by 1 ആയിട്ട് പറയാനുള്ള പറഞ്ഞോളൂ. ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ ഇട്ടിട്ട് എല്ലാവരും ആടിക്കറി അൺമ്യൂട്ട് ചെയ്യണ്ട, പറയൂ. പറയാനുള്ള ഇപ്പൊ അൺമ്യൂട്ട് ചെയ്തോ. 1 2 3 4 പോട്ടെ. യെസ്, കമലാപ്തൻ പറഞ്ഞോ. കമല പ്രേംദാസ് പറയൂ. അവിടെ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തു. വേറെ ആരാ അടുത്ത ആള് പറഞ്ഞേ? 10 മിനിറ്റ്. ആ ഹലോ, പറയൂ. ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? അതെ, മോന് ഞാൻ പറഞ്ഞില്ലേ, മോനന്ന് അപ്പൊ അവനോട് വെള്ളിയാഴ്ച അവരുടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് ഓഫർ ലെറ്റർ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. മിക്കവാറും അല്ല, അത് ഓഫർ ലെറ്റർ കിട്ടും. മിക്കവാറും കേൾക്കുന്നില്ലേ സാറേ? മിക്കവാറും വേണ്ട, അത് ഓഫർ ഹലോ. ലെറ്റർ. ഓക്കെ, ശരി. ശ്രീജ പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യും. അടുത്ത ഹാൻഡ് റൈസ് ചെയ്യും. പെട്ടെന്നാണ്, സമയം കളയല്ലേ. ഹാൻഡ് റൈസ് അൺമ്യൂട്ട് ചെയ്യും അവിടുന്ന്.
ഇല്ല. അപ്പൊ പിന്നെയും പോയി. ആ റെഡി റെഡി. സാർ, ഇന്നലെ രാത്രി എന്റെ ഫ്രണ്ട് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ലോട്ടറി ടിക്കറ്റ്. അപ്പൊ അതില് 8899 ആ നമ്പർ കണ്ടു. അപ്പൊ അത് ഏഞ്ചൽ നമ്പർ അല്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവളോട് പറഞ്ഞു അതെനിക്ക് വേണം, വേറെ ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴന്നെ അത് ഞാൻ പറഞ്ഞുകൊണ്ട് അവൾ അത് എടുത്തു വെച്ചു. എന്നിട്ട് രാവിലെ അത് ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ പൈസ അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ അതിനെ കുറിച്ച് ഓർത്തതേ ഇല്ല. അപ്പൊ വൈകുന്നേരം ഒരു 3:30 ആകുമ്പോഴുണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ടിക്കറ്റിന് 5000 രൂപ അടിച്ചിട്ടുണ്ട്. അത് സത്യം പോലെ ഞാൻ വിട്ടത് കേട്ടത് ഭയങ്കര ഹാപ്പി ആയി. എന്നുവെച്ചാല് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല കിട്ടുന്നു. അങ്ങനെ ഒരു ഇന്നലെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു. ആ നമ്പർ കാണുമ്പോൾ തന്നെ അടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഇങ്ങനെ ലോട്ടറി അങ്ങനെ അടിക്കാറില്ലല്ലോ. അത് ഞാൻ വലിയ കാര്യമാക്കാറില്ല. അങ്ങനെ വെറുതെ എടുക്കും, എന്നിട്ട് അങ്ങനെ വെക്കും എപ്പോഴെങ്കിലും. പക്ഷെ ഇത് ഭയങ്കര മിറാക്കിളായിരുന്നു. എന്നുവെച്ചാൽ സാറിന്റെ ക്ലാസ് കണ്ടതിന് ശേഷമാണ് എനിക്ക് ഒരു വർഷം 1000 അടിച്ചു. അത് അവളിൽ തന്നെ. പിന്നെ ഒരു വർഷം 500, പിന്നെ ഇപ്പൊ 5000. അങ്ങനെ. അല്ലെങ്കിൽ ഇതിന് മുമ്പൊക്കെ ഞാൻ എടുക്കാറുണ്ട്, പക്ഷെ ഒന്നും പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മിറാക്കിൾ തന്നെയല്ലേ അത്. അതുമല്ല, അല്ലാതെ ഇപ്പൊ 8-ാം തീയതി സാറിന്റെ ക്ലാസ്സിന് വന്നപ്പോ അന്ന് എനിക്കൊരു നറുക്കുണ്ടായിരുന്നു. അത് എന്റെ പേരിൽ അതടിച്ചു 10. പിന്നെ അങ്ങനെ ഡെയിലി എനിക്കിപ്പോ സാറ് അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു കുപ്പിയില് ഇങ്ങനെ ഇട്ട് വെക്കണമെന്ന്. എനിക്കിപ്പോ ഡെയിലി കിട്ടുന്നുണ്ട്. 500 അല്ലെങ്കിൽ 1000, 2000, 3000 അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അത് ഭയങ്കര ഹാപ്പിയാണ് എനിക്ക്. എന്താ എന്താ അല്ലേ പറയാ, സാറിന് മിറാക്കിള് ഒരുപാട് നന്ദി. മിറാക്കിള് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നല്ലേ. ലോട്ടറി എല്ലാ ദിവസവും ലോട്ടറി അടിക്കണ്ട ശ്രീജ. എല്ലാ ദിവസവും ലോട്ടറി അടിച്ചാൽ ശരിയാവോ? ഇല്ല, പിന്നെ ഇല്ല, പിന്നെ ലോട്ടറി ബാക്കി എല്ലാ ദിവസവും എടുക്കുന്നില്ല. അത് എപ്പോഴെങ്കിലും എടുക്കുന്നത്. നല്ല നമ്പർ ഇങ്ങനെ അവിടെ സ്റ്റാറ്റസിൽ കാണുമ്പോ എടുക്കും. അല്ലാതെ ഡെയിലി എടുക്കൂല. അത് വെരി തന്നെ ഗുഡ്. ഒരു സ്വഭാവമായി മാറുമല്ലോ. ഇനിയും വലിയ 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 ലോട്ടറികൾ അടിക്കാട്ടെ, വലിയ വലിയ നറുക്കൾ വീഴട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ, സംഭവിക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടി ശ്രദ്ധിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീജ. താങ്ക് യു. എന്ന് പറയണം ഈനത്ത്. സീനത്ത് പറഞ്ഞോ. ഞാൻ പറയട്ടെ, ഇന്ന് എന്റെ സംഭവം എന്ന് പറഞ്ഞാലേ, ഇന്ന് എനിക്ക് ഒരു 16,100 രൂപ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടുന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ സാറിന്റെ യൂട്യൂബിലുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്, അത് രാവിലെ എണീറ്റിട്ട് ചെയ്തു. അതിനുശേഷം ഹലോ കേൾക്കുന്നുണ്ടോ? അതിനുശേഷം ഞാന് ആ 48 മണിക്കൂറിന്റെ ഉള്ളില് ഫലം കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ ലാസ്റ്റ് സാറ് ഒരു ടെക്നിക്ക് പറയണില്ലേ, ആ ടെക്നിക്ക് ചെയ്ത് എന്റെ അടുത്ത് അപ്പൊ ഞാന് എത്ര രൂപ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം പറഞ്ഞ 16,100 രൂപ എനിക്ക് നോട്ട് ബുക്കിൽ ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയി. എന്നിട്ടും എനിക്ക് ഈ പൈസ എങ്ങനെ ഉണ്ടാക്കും എന്നറിയില്ല. കാരണം അത് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത പൈസയാണ്. അപ്പൊ അവർക്ക് ഇന്ന് ആ പൈസ തിരിച്ചു കൊടുക്കണം. 11,000 രൂപ അവർക്കും കൊടുക്കണം. പിന്നെ വേറെ 2-3 ആൾക്ക് വേറെ പൈസയും കൊടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ ഇന്ന് കൊടുക്കേണ്ട പൈസയാണ്. അതിൽ ഞാന് ടെൻഷൻ അടിച്ച് ഇരുന്നില്ല. ഞാൻ IR5 സിറ്റുവേഷന് 21 വട്ടം എഴുതി. 21ാമത്തെ വട്ടം ആ അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസ എടുത്തു തന്ന ആൾ എന്നെ വിളിച്ചു. എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് തരാൻ യാതൊരു നിവൃത്തിയില്ലല്ലോ, സാലറി കേറിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞ് സാരല്ല, പിന്നെ അവരുടെ ഒരു ഗോൾഡ് എനിക്ക് കൊണ്ടുവന്ന് പണയം വെക്കാൻ തന്ന്, പണയം വെച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തു അയൽക്കൂട്ടത്തിന്റെ ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കടങ്ങളൊക്കെ വീട്ടി. പിന്നെ അപ്പോഴേക്കും എനിക്ക് സാലറി കയറി. എന്താ പറയാ, എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയാം. കാരണം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. ഒരാള് ആ സമയത്ത് നമ്മളെ സഹായിച്ചു. അതാണ് ഏറ്റവും വലിയ ഇത്. കാരണം നമ്മൾ കൊടുക്കാനുള്ള ആള് തന്നെയാണ് സഹായിച്ചത്. അപ്പൊ എനിക്കത് എത്ര പറഞ്ഞാലും തീരാത്തൊരു സംഭവമാണ് സർ. വളരെ വളരെ സാറിന്റെ ആ ഒരു ടെക്നിക്ക് ചെയ്ത് അതേപോലെ തന്നെ 16,100 രൂപ എന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ലോൺ ബാങ്കിൽ സ്വർണം വെച്ച് ലോൺ എടുത്ത് അപ്പോഴേക്കും സാലറിയും കിട്ടി. സാലറി കിട്ടി. അപ്പൊ പിന്നെ അതും ക്ലിയർ ആയി അവിടെ അല്ലേ? അവർക്ക് എടുത്തു കൊടുക്കാന്ന്, ഞാൻ സാലറി കിട്ടിയിട്ട് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എനിക്ക് സാലറിയും കയറി. അതാണ് ഉണ്ടായത്. അപ്പൊ എന്റെ കട എനിക്ക് നാളെ പോയി അത് എടുത്തു കൊടുക്കോ? നാളെ പോയി എടുത്തു കൊടുക്കണം. അല്ലാതെ അതവിടെ വെച്ചിട്ട് ഈ സാലറി കൊണ്ട് പുട്ടടിക്കാൻ പോകില്ലല്ലോ. ഇല്ലില്ല, പൊട്ടിടിക്കാൻ പോവില്ല സർ. വാങ്ങിയ കടം വീട്ടണ്ടേ, എന്നാലല്ലേ സ്വസ്ഥത അത് കിട്ടുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന അവിടെയാണ്. അതെ. വെരി ഗുഡ്. അങ്ങനെ തന്നെ സംഭവിക്കും.
അതെ അതെ 48 നമുക്ക് മണിക്കൂറൊന്നും വേണ്ട, അതേ അത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് അടുത്ത് തന്നെ വരുന്നത്. ഒരു മിനിറ്റിൽ മിറാക്കിൾ വരുന്ന ടെക്നിക്ക് വരുന്നുണ്ട് കേട്ടോ. വെയിറ്റ് ചെയ്യും. ശരി സർ, താങ്ക് യു സർ. വെരി ഗുഡ്, വെരി ഗുഡ്. സീനത്തിന്റെ മറ്റേ കാര്യം എന്തായി? അതിന് മുമ്പ് പറഞ്ഞ ഓക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ, 13-ാം തീയതിയാണ് സർ. അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ലൈല ജി പറയും. സാറേ നമസ്കാരം. അത് മോനെ എക്സാം ആണ്. അപ്പൊ മോനെ എക്സാം പിന്നെ കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, എക്സാമിനർ പറഞ്ഞു എക്സലന്റ് ആണ്, നല്ല പ്രിപ്പറേഷൻ, നല്ല ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ടെൻഷൻ അടിച്ചിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞ എല്ലാം നല്ല ഇതാ. പിന്നെ അതിന്റെ കൂടെ പ്ലേസ്മെന്റ്, കാരണം ഇപ്പൊ ഡിഗ്രി കഴിയാറായി. അപ്പൊ കോളേജിൽ പ്ലേസ്മെന്റിന് വന്നപ്പോ അവനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നല്ല സാലറി ഉണ്ട്, നല്ല സാലറി ഉണ്ട്. അപ്പൊ പിന്നെ അത് കൂടാതെ തന്നെ 2 ജോലി അവന് ഓഫറായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഡിഗ്രി കഴിയുന്നതിന് മുമ്പ്. പിന്നെ എക്സ്ട്രാ മണി വന്നോണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാനും അജുവേട്ടനും കൂടെയുള്ള കൂട്ടായ യാത്ര, രണ്ടുപേരും ഒരുപോലെ. ഒരുപാട് താങ്ക്സ് സാറേ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സത്യഭാമ. സാർ നമസ്കാരമുണ്ട്. സാർ ഇന്ന് എനിക്ക് നല്ലൊരു മിറാക്കിൾ സംഭവിച്ചു, അത് പറയാണ്. ഇന്ന് 1.5 ലക്ഷം രൂപയുടെ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി ഞാൻ അത് എഴുതി വെച്ചു. പിന്നെ രാവിലെ തന്നെ എണീറ്റ് മാജിക് ചെയ്തു, ടെക്നിക്ക് ചെയ്തു. 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. സാറ് പറഞ്ഞില്ലേ നേരത്തെ ചെയ്ത ഫലം കൂടുതൽ കിട്ടുന്നു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. ഇവിടെ ഒന്നും എനിക്കൊരു രൂപം കിട്ടുന്നില്ല, ഇത് എങ്ങനെ കിട്ടുന്നുള്ളത്. മോള് ഉച്ചയായി, ഇപ്പൊ സന്ധ്യ മോള് വിളിച്ചു പറഞ്ഞു, അമ്മ ഒരു 1.5 എനിക്ക് പൈസ ശരിയായിട്ടുണ്ട് കേട്ടോ. അവളുടെ ഒരു ഫ്രണ്ട് അവിചാരിതമായിട്ട് അവിടെ എത്തിയപ്പോ ആള് പാലക്കാട്ട് ഇറങ്ങിയിട്ട് സന്ധ്യ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞു. വിളിച്ച് കണ്ടു. എന്താ സന്ധ്യ മാമിന് ഒരു വിഷമം പോലെ മനസ്സിന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് ഇന്ന് ഒരു 1.5 ലക്ഷം രൂപ ലഭിക്കണം കിട്ടണം. അതിനെന്താ വിഷമം, ഇപ്പൊ തന്നെ തരാലോ. ആൾക്കവിടെ വരേണ്ട ആവശ്യമില്ല, അതിനൊരു കാരണം ഉണ്ടായിരുന്നു, അദ്ദേഹം പറയണില്ല അതൊന്നും. അങ്ങനെ ഈ 1.5 ലക്ഷം അപ്പൊ തന്നെ അവൾക്ക് ആ ഫ്ലോട്ടില് കിട്ടാണ്. അപ്പൊ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മയെ പൈസ ശരിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ടൈം നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് ടൈം 1 to 1. അപ്പൊ അതും എനിക്കൊരു മിറാക്കിളായിട്ട് തോന്നി. ഇത്ര ഒരു സന്തോഷം പറയാൻ ഇന്ന് അത് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ വളരെ സങ്കടമുള്ള ഒരു കാര്യമായിരുന്നു. അത്രയും പ്രധാനപ്പെട്ട ദിവസം. ഒരുപാട് നന്ദി സാർ, യൂണിവേഴ്സിനും നന്ദി. നന്ദി പറഞ്ഞാൽ അവസാനിക്കില്ല, അത്രയും ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. സന്തോഷമായി. സിംഗപ്പൂരിൽ പോകുകയാണ്. അമ്മയുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മകൾക്കും മകൾക്കും എല്ലാവർക്കും അത് അമ്മയിൽ നിന്ന് പകർന്നു നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യം. കുടുംബത്തെ മൊത്തം അങ്ങനെ കാണാൻ പറ്റുക. സാറേ, മകൻ ഇന്ന് സിംഗപ്പൂരിൽ പോവാണ്. അവനിപ്പോ ഈ സമയത്ത് വീട്ടിലില്ല, എന്തൊരു അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുകയാണ്. ഇന്ന് രാത്രി അവൻ 9 മണിക്ക് പുറപ്പെടാൻ സാറിനോട് പറയണം എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ വീട്ടിലില്ല, ഒരു അത്യാവശ്യമായിട്ട് പുറത്തു പോയി. അവന് ഉദ്ദേശിച്ച നല്ല കമ്പനിയിൽ തന്നെയാണ് അവൻ ജോലി ചെയ്തിരുന്ന, പഴയ കമ്പനിയിൽ തന്നെയാണ് വിളിച്ചേക്കുന്നത്. വളരെ ഹാപ്പിയാണ് അവൻ. അങ്ങനെ സന്തോഷം. ശരി സാർ, ഓക്കെ. ഹലോ സാറിന്റെ യൂട്യൂബ് വീഡിയോ മെഡിറ്റേഷന് ഏതിലാ സാറുള്ളത്? എന്താ പേര് സാറിന്റെ പറഞ്ഞു? യൂട്യൂബില് ഇതിലുണ്ട് ഷെരീഫെ. നമ്മുടെ ചാനലിൽ നോക്കിയാൽ ഒരു മെഡിറ്റേഷൻ മാത്രമേ ഞാൻ അതിൽ എനേബിൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഹാപ്പിനെസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മെഡിറ്റേഷൻ ആണ് ഹാപ്പിനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് യൂട്യൂബിലുണ്ട്, സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സാറേ? ഗ്രൂപ്പിൽ ഇങ്ങനെ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പൊ അത് കുറെ മെസ്സേജ് വരില്ല. നമ്മുടെ ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഹാപ്പിനെസ് അല്ല, നമ്മുടെ ഹാപ്പിനെസ്. നമ്മൾ ദിനേശ് മുങ്ങത്തിന്റെ ചാനൽ ഉണ്ടല്ലോ, ദിനേശ് മുങ്ങത്ത് യൂട്യൂബിൽ ദിനേശ് മുങ്ങത്ത് എന്നുണ്ടല്ലോ ഇത് യൂട്യൂബ് ചാനലേ. അതിൽ സെർച്ച് ചെയ്താൽ ഹാപ്പിനെസ് മെഡിറ്റേഷൻ നോക്കിയാൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഹാപ്പിനെസ് മെഡിറ്റേഷൻ സെർച്ച് ചെയ്താൽ തന്നെ നമ്മൾ തന്നെ കിട്ടും. ഓക്കെ സാർ, എന്റെ വീട് കാസർഗോഡാണ്. ആണോ? എവിടെയാ?
കാസർഗോഡ് മുള്ളേരിയ ആ റൂട്ടില്ലേ ഓ സുള്ളിയ. ഓക്കെ ആ, ഫൈൻ. ശരി, ആ, നോക്കിക്കോളൂ കേട്ടോ. മെഡിറ്റേഷൻ ഉണ്ട്, ഓക്കെ. പിന്നെ ഡെയിലി നമ്മുടെ മെഡിറ്റേഷൻ ഉണ്ട്. ഡെയിലി നമുക്ക് മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട് രാവിലെ, എല്ലാ ദിവസവും ഉണ്ട്. മണി ടെക്നിക്കുള്ള മെഡിറ്റേഷൻ അത് സാറേ? മണി ടെക്നിക്കൽ മെഡിറ്റേഷൻ ഡെയിലി ടെക്നിക്കലി മെഡിറ്റേഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും മാറി മാറി വരും. മണി ടെക്നിക്സ് ഉണ്ട്, ഓക്കെ, നോർമൽ മെഡിറ്റേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ഡെയിലി ഓക്കെ സാർ, ഓക്കെ. പഠിപ്പിക്കുകയാണ് മെഡിറ്റേഷൻ. ഓക്കെ, കൂടുതൽ ദിവസം ഇവിടെ ഓക്കെ, ക്ലാസ്സിൽ കുറേയൊക്കെ ഇവിടെ ഈ വൈകിട്ട് ക്ലാസ്സിൽ പങ്കെടുത്താൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് ഫ്രീ സെഷനാണ് ഓക്കെ, കേട്ടോ. ഓക്കെ, ഓക്കെ, ഓക്കെ സാർ. ശരി, ഓക്കെ, താങ്ക് യു. കമറുന്നിസ എന്ന് പറ. സാർ അന്ന് കോഴിക്കോട് സാറിനോട് ഞാനൊരു പൈസേന്റെ കാര്യം പറഞ്ഞില്ലേനോ, നമുക്ക് സമയത്തോടെ പറയാന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഉം. ഒരാളുടെ കയ്യിലുള്ളത് എന്റെ ഒരു ഫ്രണ്ടിന്റെ, വയനാട്ടിലുള്ള ഒരു ആബിദയും ഞാനും ഉം. സ്റ്റേജിൽ വന്ന് പറഞ്ഞിനു. അപ്പൊ സാർ തിരക്കിലായിരുന്നു. ഉം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് സാറിന് പറഞ്ഞു അതിപ്പോ തരാൻ പറ്റുമോ? നിങ്ങളുടെ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ പബ്ലിക് ക്ലാസ്സിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുമോ? അതെന്താ ചെയ്യണ്ടെന്നുള്ളതാ അറിയേണ്ടത്. ഞാൻ എങ്ങനെയാ പറഞ്ഞില്ലേ സാർ നിങ്ങളോട്, നമുക്ക് ഫേസ് ടു ഫേസ് ഇരുന്നാലേ ഇതൊക്കെ പറയാൻ പറ്റില്ല. എന്താണ് കാരണം, എങ്ങനെയാണെന്നൊക്കെ പഠിക്കാതെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ശരിയാകുമോ? അല്ല സാർ അഡ്മിൻ അഡ്മിൻ പറയണ്ട, അത് അതിനെന്താ ചെയ്യേണ്ടെന്നല്ല. അഡ്മിനെ വിളിച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് സമയം ചോദിക്കുക. എന്നിട്ട് ഞാൻ വിശദമായിട്ട് ഇത് പഠിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് അതിനനുസരിച്ച് ആലോചിച്ച് പറയാം. ഓ ശരി ശരി, അങ്ങനെ ചെയ്യാൻ പറ്റൂല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അത് വളരെ സമയം എടുത്ത് പറയാം. അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളോട്. സമയം ഓക്കെ, എടുത്തേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റും. അങ്ങനെ ചെയ്യാം. നമുക്കൊരിക്കലും പബ്ലിക്കിൽ അത് പറയാൻ പറ്റില്ലല്ലോ. അഡ്മിനെ വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് സമയം ചോദിക്കട്ടോ ഈ വീക്കിൽ. ഓ അങ്ങനെ പറഞ്ഞു തന്നാ മതി, അതെങ്ങനെയാന്നുള്ള ഒന്നുകൂടി അറിയാം. ഓക്കെ ഓക്കെ, ശരി ശരി, റൈറ്റ്. ഷെരീഫ്, സോറി, സ്നേഹപ്രഭ എന്താ പറയണ്ടോ? സാറേ, ആ, നമസ്കാരമുണ്ട് സാറേ. ഓക്കെ സാർ. ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് കേട്ടോ ഞാൻ മിണ്ടാൻ വേണ്ടി വരാൻ ഒന്നും തോന്നണ്ട. ഒരുപാട് കാര്യങ്ങളിലേ കിടക്കുന്നുണ്ട്. പിന്നെ എനിക്കിന്ന് മിറാക്കിളൊക്കെ ഉണ്ട്. എനിക്കിന്ന് രാത്രി ഒന്നും സ്വിമ്മിങ്ങിന് ആളുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ അപ്പൊ അവിടെ നിന്ന് പോന്നോളൂ. നിറയെ അനുഗ്രഹമായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം സാറോട് ചോദിക്കാനുള്ളത് ഞാൻ ചോദിച്ചോട്ടെ. സാറൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് കിട്ടാനുള്ള പൈസയും കടമീട്ടാനുള്ള പൈസനെ കുറിച്ചിട്ടും പറയാന്നുള്ള കാര്യങ്ങൾ. ഞാനൊരു സെപ്റ്റംബർ മുതൽ എഴുതുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളന്നൊരു പൈസന്റെ ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ഇനി സാറ് പറഞ്ഞു തരണം ഞാൻ എന്ത് ആക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും എനിക്ക്. പിന്നെ വേണ്ടിയാ മതി, വാട്സാപ്പിലേക്ക് തരുമോ മറുപടി? ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അതെല്ലാവർക്കും ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞുതരാം കേട്ടോ. അത് മണിനെ പറ്റി അതെന്താന്ന് വെച്ചാൽ മണിയുടെ ശരിയായ ടെക്നിക്ക് നമുക്ക് പിടികിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു കാര്യം ആലോചിക്ക. ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ പറയാം. ഒരു വീട്ടില് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് വലിയ മതിലുണ്ട്. ആ മതിലിനകത്ത് മതിലുണ്ട്, അത് നല്ല ഗേറ്റും ഉണ്ട്. അതിനകത്ത് ഒരു പട്ടിയുണ്ട്. ആ പട്ടിക്ക് അവർ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുമുണ്ട്. നമ്മളിവിടുന്ന് പട്ടി നമ്മളെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇറച്ചി കഷ്ണമായി പുറത്ത് നിൽക്കുകയാണെന്ന് കരുതിക്കോ. പട്ടിക്ക് ഇഷ്ടമാണ് ഇറച്ചി കഷ്ണം. പക്ഷെ പട്ടിക്ക് അവിടുന്ന് വരണമെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന പട്ടി എന്ന് പറഞ്ഞാൽ നല്ല നല്ല രീതിയിലാണ് പറയുന്നത് കേട്ടോ. അതിന് അവിടുന്ന് വരണമെങ്കിൽ ഒന്നിക്കിന് ചങ്ങല പൊട്ടിക്കണം. ചങ്ങല പൊട്ടിച്ചാലും പോരാ, ആ മതിലും കൂടി കടന്നു തുള്ളണം. പട്ടി ചിലപ്പോ ചെറിയ മതിലൊക്കെയാണ് കടന്നുള്ളിന്ന് വരും. പക്ഷെ ഈ ചങ്ങല പൊട്ടിച്ചിട്ട് മതില് കടന്നു തുള്ളി വരേണ്ട അത്ര ശക്തി നമ്മുടെ ഈ ഇറച്ചി കഷ്ണത്തിന് ഉണ്ടാകുമോ? ഇല്ല. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? ആ, അവിടെയാണ് പ്രത്യേകത. അതാണ് പറഞ്ഞത്. ഇത്തരം ഈ സൊസൈറ്റികളൊക്കെ ആകുമ്പോൾ അതിന് കുറെ നൂലാമാലകൾ ഉണ്ടാവും. വ്യക്തി അല്ലല്ലോ അത്, വ്യക്തികളുടെ അല്ലേ? അപ്പൊ ആ വ്യക്തികളുടെ തീരുമാനത്തെ മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള ശക്തമായ ഊർജം നമ്മളിൽ ഉണ്ടാവണം. അതാണ് പറഞ്ഞിട്ട് വരുന്നത്. പക്ഷെ പിന്നെ അതെല്ലാം ഉണ്ടല്ലോ സംഭവിക്കുക ഏത് സമയത്ത്. ഒരു കാര്യമുണ്ട് സ്നേഹപ്രഭ, ഈ പറഞ്ഞതെല്ലാം നമ്മൾ പറയാം. എല്ലാത്തിനും ഈ ലോകത്തൊരു നിയതിയുണ്ട്, ഒരു നിയമാവലിയുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ചേ പോവുള്ളൂ. ഞാൻ ചെയ്യുന്നത് മാത്രമേ നടക്കാവൂ എങ്കിൽ പിന്നെ ഈ ലോകം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഉണ്ടാവില്ലല്ലോ.
ഇല്ല. അപ്പൊ അത് അല്ല അതെ, നമ്മള് 4 മാസമായിട്ട് ഞാൻ ഡെയിലി അല്ല 21 തവണ ശരിയാണ്, ഡൊണേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും വർക്ക് ചെയ്യില്ല. അതിനകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ അതൊരു അതെ. സിസ്റ്റത്തിലൂടെ പോകണം. പക്ഷെ ആ നമ്മൾ ആ. എപ്പോഴും പറഞ്ഞത് ഇത് വരാനുള്ളതല്ലേ, നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. അതിന് യാതൊരു ഉം, തർക്കവും ഉം. അത് ഓക്കെ വരിക. സാറേ, താങ്ക് യു. ഓ, സാറ് പറയലുണ്ടല്ലോ, വിത്ത് നനഞ്ഞ് കുതിർന്ന് മുളച്ച് വളരണമല്ലോ ഫലം കിട്ടാൻ. അതുപോലെ ഞാനിങ്ങനെ ചിന്തിക്കും, അപ്പത്തേക്ക് കിട്ടും എന്നുള്ളത്. അതിന്റെ ഒരു സമയം. പിന്നെ എനിക്ക് ഒരുപാട് പറയാനുള്ള എന്താ വെച്ചാൽ, എനിക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സാറിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും, സാറിന്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങാനും. ആ ബുക്ക് ഞാൻ വായിച്ചപ്പോ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ നീന്താൻ വരുന്നവർക്കൊക്കെ വായിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഈ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് അതൊരു കാരണമായിട്ടുണ്ട് സാറേ. ഓക്കെ കാരണം സാറേ, ഒരുപാട് നന്ദിയുണ്ട്. യൂണിവേഴ്സിനോട് നന്ദി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ദിവ്യ എന്താ പറയാനുള്ളത്? ദിവ്യ പെട്ടെന്ന് പറഞ്ഞോ, നമുക്ക് ക്ലാസ് എടുക്കാം, തുടങ്ങാം. ദിവ്യ എന്താ പറയാനുണ്ടേ? ഞാനില്ലല്ലോ. ദിവ്യ വെറുതെ അൺമ്യൂട്ട് ചെയ്താ. ഓക്കെ, ആരൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അറിയാനുണ്ട്. ഇന്ന് ഹസ്ബൻഡിന് 24,000 രൂപ ലോട്ടറി ടിക്കറ്റ് അടിച്ചു. താങ്ക് യു. ലീല. നിഖില, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്, ബന്ധപ്പെട്ടോളൂ, നമ്മളിവിടെ ഉണ്ടല്ലോ. ഒരുപാട് വിശ്വാസമായി സാറിന്റെ ക്ലാസ് പങ്കു കഴിഞ്ഞപ്പോ. ഞാനത് എന്നും ചെയ്യാറുണ്ട് സാർ, മെഡിറ്റേഷൻ. വെരി ഗുഡ്. എനിക്ക് ലോട്ടറി അടിക്കുന്നില്ല. ലോട്ടറി എടുത്തോ പ്രതീക്ഷ? ആദ്യം പോയി എടുക്കൂ, എന്നിട്ട് വിശ്വസിക്കൂ, അപ്പോൾ അടിക്കും. എനിക്ക് ഇന്ന് 5,000 രൂപ ഒരു നമ്പറിന് മാറിപ്പോയി. അതാണ് സജീവെ. ആ ഒരു നമ്പറും കൂടി ഫില്ല് ചെയ്യും. അപ്പൊ എവിടെയോ സജീവിന് കുറച്ചും കൂടി കറക്റ്റ് ചെയ്യാനുണ്ട്. കറക്റ്റ് ചെയ്യുമ്പോൾ അത് വരും. ഓക്കെ. ബുക്ക് എന്ന് വരും. സോ ബുക്ക് വന്നല്ലോ, ബുക്ക് ഇഷ്ടം പോലെ വന്നല്ലോ. ഗീതക്ക് ബുക്ക് അയച്ചത് പോസ്റ്റിലാണ് അയക്കുന്നത്. പോസ്റ്റിലാണെങ്കിൽ നാളെ അയക്കുള്ളൂ. രാജമ്മ കിട്ടി. സാർ സുജിത എങ്ങനെയാണ് ക്ലാസ്സിൽ വരിക? ക്ലാസ് തന്നെയല്ലേ ക്ലാസ്, ഇവിടെ തന്നെ. ഇനിയിപ്പോ നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ വരണമെങ്കിൽ ലിങ്കുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അവിടെ നിന്ന് കയറിക്കോളൂ. അവിടെ പേ ചെയ്താൽ കിട്ടും. കുറെ നാളുകൾക്ക് ശേഷം 22 ആൾക്കാർ ഇന്ന് ഒറ്റയടിക്ക് നീന്തല്ലോ. എത്ര കാശായി അപ്പോ? വെരി ഗുഡ് അല്ലേ? എന്താ സന്തോഷം, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താ പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ രണ്ട് കാര്യമുണ്ട് അതിനകത്ത്. സന്തോഷത്തിന് എനിക്ക് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നീന്താൻ വന്ന ആൾക്കാർ സ്നേഹപ്രഭയ്ക്ക് കൊടുക്കുന്ന പൈസയുടെ കാര്യത്തിൽ. രണ്ടാമത് വരുന്ന കാര്യത്തിൽ ഏറ്റവും സന്തോഷം, നീന്താൻ വരുന്ന ആൾക്കാരുടെ ആരോഗ്യസ്ഥിതിയിൽ അവർ ശ്രദ്ധിക്കുന്നു, അവരുടെ ആരോഗ്യസ്ഥിതി നന്നാവുന്നു എന്നതിൽ കാര്യത്തിൽ. രണ്ടിലും നമുക്ക് ഒരേ പ്രാധാന്യമാണ്. സമ്പത്തും ആരോഗ്യവും പരസ്പരം പൂരിതമാണ് എന്ന് പറയുമ്പോൾ, ഒരാൾക്ക് കാശ് കൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് ആരോഗ്യം കിട്ടുന്നു, അല്ലെ? ഇന്നലെ മുതൽ ക്ലാസ് കയറി. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കിടക്കാം. വേറെ ഒന്നും ആർക്കും പറയാനില്ലല്ലോ? വൺസ് അഗെയിൻ ഉണ്ടോ? ഇല്ല. ഞാനത്തെ ക്ലാസ് വരുന്നത് എനിക്ക് സാമ്പത്തികം കുറച്ച് പക്ഷേ ഓക്കെ, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മനസ്സിലാക്കി പഠിച്ച് അതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടുകൾ ഉണ്ടാവും കേട്ടോ. ഫൈൻ. ബാബുവിന് 999 ലോ ഓഫ് അട്രാക്ഷന്റെ 7 ടെക്നിക്കുകൾ നമ്മൾ 15-ാം തീയതി രണ്ടാമത്തെ ബാച്ച് തുടങ്ങും. ഞാനത് പറയാം, ഇപ്പോൾ ക്ലാസ്സിൽ പറയാം കേട്ടോ. ഏതൊക്കെ ക്ലാസ്സുകൾ എവിടെയൊക്കെ തുടങ്ങുന്നു എന്ന് ഞാൻ വളരെ വിശദമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. കാരണം ക്ലാസ്സിലൊക്കെ പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ട്. എവിടേക്കോ പേയ്മെന്റ് അടക്കുന്നു, എന്നിട്ട് പറയുന്നു എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ക്ലാസ്സിൽ അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, എന്നാലും പറഞ്ഞു പോകാം. നമുക്ക് എത്രത്തോളം ക്ലാസ്സുകൾ ഉണ്ടെന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു നോക്കാം. പലപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്നത് തന്നെ വളരെ കുറവാണ്. ഇത് എവിടെ എഴുതിയിട്ടില്ല നേരത്തെ ഞാൻ. എവിടെയത്? യെസ്, വെൽക്കം. ആദ്യം വരുന്നവർക്കൊക്കെ എല്ലാവർക്കും വെൽക്കം. ഓക്കെ, ഇല്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്
അല്ലെ? സകല സൗഭാഗ്യങ്ങൾ ലഭിക്കാനായിട്ട് ഒരു മന്ത്രം നമ്മൾ അറിയേണ്ടതിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ഇതേപോലെ, ഞാനും ആദ്യമായിട്ട് ഒരു ഐഡിയയും ഇല്ല, പക്ഷെ ഹോപ്പുണ്ട്. ഐഡിയ ഒന്നും എന്തിനാ നിങ്ങൾക്ക് ഐഡിയ വേണ്ടത്? ഐഡിയ ഒക്കെ ആണല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് എന്താണ്? എന്റെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക മാത്രമാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ആ ഐഡിയയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതൊക്കെ ലഭിക്കുന്നു എന്നതാണ്. അത് എന്താ പറയാ, മനസ്സിലായി ശ്രദ്ധിച്ച് ചെയ്യുന്നവർക്ക് റിസൾട്ടും, ഇതില്ലാത്തവർക്ക് റിസൾട്ട് ഉണ്ടാവുകയില്ല. വെൽക്കം. ആദ്യം വന്നവരൊക്കെ വെൽക്കം കേട്ടോളൂ. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മള് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം. നമ്മൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഓൺഗോയിങ് ആയിട്ടുള്ള 17 ക്ലാസ്സുകൾ നമുക്കിപ്പോ ഹാപ്പിനെസ് മാസ്റ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം ഞാൻ പൊതുവെ പെയ്ഡ് ക്ലാസ്സിനെ പറ്റി ഇവിടെ പറയുന്നതിന് വളരെ കുറവാണ്. പക്ഷെ അതുകൊണ്ട് പലർക്കും പല കൺഫ്യൂഷൻസ് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഒന്ന് ക്ലിയർ ആയി പറഞ്ഞത്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ബേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെയാണ്. എല്ലാ കാര്യങ്ങളും മൈൻഡ് പ്രോഗ്രാമിൽ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ തിരിച്ചറിവ് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് കാശില്ലേ, കാശുണ്ടോ, ആരോഗ്യമുണ്ടോ, ആരോഗ്യമില്ലേ, അല്ലെങ്കിൽ ബന്ധങ്ങളുണ്ടോ, ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. അതിൽ മാത്രമാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നതാണ് ഒന്നാമത്തെ ഘടകം. അതാണ് നമ്മുടെ പ്രധാനമായ കാര്യം. അതിനാണ് നമ്മുടെ ഈ പുസ്തകം ഇരിക്കുന്നത്, മനസ്സ് ഒരു വിസ്മയം. ഇതാണ് നമ്മുടെ ബേസ് സംഭവം. എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയതിന്റെ വിവിധമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതതിന്റെ ബേസ് ആണ്. മനസ്സൊരു വിസ്മയം എന്ന് പറയുന്ന സംഭവം, ജേർണി ടു ഹാപ്പിനെസ് എന്ന് ഇംഗ്ലീഷിൽ അതിന്റെ പേര്. ഇംഗ്ലീഷ് പുസ്തകം ഉടനെ ഇറങ്ങും, അതിന്റെ മലയാളം. ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയ കോഴ്സ്, ജേർണി ടു ഹാപ്പിനെസ്. എഴുതി വെച്ചോളൂ, ജേർണി ടു ഹാപ്പിനെസ് ആണ് നമ്മുടെ ഫണ്ടമെന്റൽ കോഴ്സ്. ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ്. അത് ഓൺലൈനിലാണ് ആ ക്ലാസ് ഉള്ളത്. ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ കുറെ അസൈൻമെന്റ്സുകളും കുറെ കാര്യങ്ങളൊക്കെ നിരന്തരമായ പ്രാക്ടീസിലൂടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ആ കോഴ്സിൽ. ഒരു മുഴുനീള ക്ലാസ് ആണ്, വലിയൊരു ലെങ്തി ക്ലാസ്. നന്നായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതിൽ കൂടി വന്നിട്ടാണ് ഇത്രയും പ്രോഗ്രാം ആയിരിക്കുന്നത്. അവരൊക്കെ ഇപ്പൊ വളരെ സൈലന്റ് ആണ്. കാരണം വേണ്ടതൊക്കെ അത്യാവശ്യ രീതിയിലെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, ലിമിറ്റഡ് ആയിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം പോകുന്ന ആൾക്കാരാണ് ഈ ജേർണി ടു ഹാപ്പിനെസ് എന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്ലാസ്. ഇനി അത് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഏതും ചെയ്യാവൂ എന്നുള്ള റിക്വസ്റ്റ് ചെയ്യാൻ കാര്യമാണ്. കാരണം മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തവന് മറ്റ് ഏത് ടെക്നിക്ക് പഠിച്ചിട്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ചില ലോട്ടറികൾ അടിച്ചെന്ന് വരാം, പക്ഷെ അതിന്റെ കൃത്യമായ നിറവുണ്ടാക്കാൻ സാധിക്കില്ല. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ സമയം കൂടുതലെടുക്കും. രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സമ്പത്തിനെ പറ്റി മാത്രം വിശദമാക്കുന്നത്, സമ്പത്ത് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ അകലെ നിൽക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തു പോകുന്നത് എന്നൊക്കെയുള്ള ഒരു ലെങ്തി ക്ലാസ് ആണ്. ആ ക്ലാസ് എന്ന് പറയുന്നത് വെറുതെ പ്രോഗ്രാം മാത്രമല്ല, 1-to-1 പോലെ നിങ്ങളുടെ ഓരോ ആവശ്യത്തിനനുസരിച്ച് ഡിസ്കസ് ചെയ്ത് കൂടുതൽ കൊണ്ടുപോകുന്ന ക്ലാസ് ആണ്. ഇതിന്റെ 1 ഡേ സെഷൻസ് ആണ്. നിങ്ങൾ കൊച്ചിയിലും കോഴിക്കോടൊക്കെ ചെയ്ത് 1 ഡേയ്സ് ക്ലാസ് ആണ്. പക്ഷെ ഇത് ലെങ്തി ആയിട്ട് ഒരു 60 ഡേയ്സ് വരെയൊക്കെ പോകുന്ന വലിയ ക്ലാസ് ആണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ടൈറ്റിൽ ലെങ്ത്. അതിന്റെ ഇപ്പോഴുള്ള ഫീസ് 25,000 ആണ്. പിന്നെ അതിൽ മെന്റർഷിപ്പ് എടുക്കുന്നവർക്ക് മെന്റർഷിപ്പും എടുക്കാം കൂടുതലായിട്ട്. പിന്നെ നമുക്കുള്ളത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. 4 ടൈപ്പ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആണ് നമുക്കുള്ളത്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഏറ്റവും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാനേ പറ്റുന്നില്ല, ടെക്നിക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഹിപ്നോസിസത്തിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കാണ്. കുറച്ച് വലിയ ക്ലാസ് ആണ്, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ ക്ലാസിന്റെ ഫീസ് 9,999 ആണ്. ഇതെല്ലാം ഇപ്പൊ എല്ലാ ഏഞ്ചൽ നമ്പറിലാണ് കേട്ടോ. നമ്മളെല്ലാം ഏഞ്ചൽ നമ്പറിലേക്ക് മാറ്റിയിരിക്കുന്ന ഫീസുകളെല്ലാം വേണ്ട. പിന്നെ നമുക്കുള്ളത് അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതാണ്. കുറച്ചും കൂടി ടെക്നിക്കൽ കൂടി വിപുലമായി തന്നെ ചെയ്യുന്നതാണ് അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ. അതിനിപ്പോൾ ഉള്ള ഫീസ് 5,555. ഇനി പിന്നെ ഉള്ളത് ലോ ഓഫ് അട്രാക്ഷന്റെ നോർമൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. അതിൽ
2222 ആണ് ഇപ്പോഴുള്ള ഫീസ്. അത് കഴിഞ്ഞ മാസം വരെ 1999 ഇപ്പൊ അതിന് ആഡ് കൂട്ടിയിരിക്കുന്നു, 2222 ആക്കി വരിക. പിന്നെയുള്ളത് ഇപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ ആൾക്കാർക്ക് സാമ്പത്തികമായിട്ടൊക്കെ പെട്ടെന്നൊരു ടെക്നിക്കൊക്കെ പിടിച്ചു കയറാനായിട്ടുള്ള ഒരു എന്താ പറയാ ചവിട്ടുപടി പോലെയുള്ള 1-2 ക്ലാസ്സുകളാണ് ലോ ഓഫ് അട്രാക്ഷന്റെ 7 ടെക്നിക്കുകൾ മാത്രം പഠിപ്പിക്കുന്നത്. അവർക്ക് നിയമങ്ങളും സിസ്റ്റംസ് ഒന്നും പഠിപ്പിക്കുന്നില്ല, നേരെ 7 ടെക്നിക്കുകൾ തരുന്നു, പ്രാക്ടീസ് ചെയ്തോളാൻ പറഞ്ഞിരിക്കുന്നു, റിസൾട്ട് എടുത്ത് അമേസിങ് റിസൾട്ട് എടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഉള്ളത്. റിങ് ഇടാൻ പറഞ്ഞപ്പോൾ റിങ് ഇട്ടു, അങ്ങനെ അമേസിങ് റിസൾട്ട് എടുക്കുന്ന ആൾക്കാരല്ല. അതിനുള്ള ടെക്നിക്കാണ് 10 days മാജിക്, 10 daysന്റെ 7 days ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്. അതിനുള്ള ഫീസ് 999 രൂപയാണ് ഇപ്പോൾ ഉള്ള ഫീസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബേസിക് ആയിട്ടുള്ള ഈ ജേർണി ടു ഹാപ്പിനെസിന്റെ അത്രയും ഫീസ് കൊടുക്കാൻ പറ്റില്ല, ഈ ആപ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും മനസ്സിനൊന്ന് സ്വസ്ഥമാക്കണം, മനസ്സിനെ ശാന്തപ്പെടുക്കണം എന്നൊക്കെ കരുതി മനസ്സിന്റെ മാലിന്യങ്ങളൊക്കെ നീക്കണം എന്ന് പറയുന്ന ഒരു 10 daysന്റെ ക്ലാസ് 15-ാം തീയതിയാണ് തുടങ്ങുന്നത്, മറ്റന്നാള് പുതിയ ബാച്ച് തുടങ്ങുന്നത്. അതിന്റെ ഫീസ് 1111 രൂപയാണ്. ഇതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ക്ലാസ്സുകൾ. പിന്നെ വിഷൻ ബോർഡ് ഓൺ ഗോയിങ്, വിഷൻ ബോർഡ് 2022ന്റെ വിഷൻ ബോർഡ് ക്ലാസ് നടക്കുന്നുണ്ട്. ബാച്ച് ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്ത സെഷൻ ഉടനെ തുടങ്ങും. 15-ാം തീയതി 20-ാം തീയതി അടുത്ത ബാച്ച് തുടങ്ങും. അതിന്റെ ഫീസ് 2222. പിന്നെ നമ്മളെ മെഡിറ്റേഷൻ അല്ലെ, നേരത്തെ ഈ ആൾക്കാർ പറഞ്ഞൊക്കെ കേട്ടില്ല, മെഡിറ്റേഷൻ 2020 മെഡിറ്റേഷൻ, 7 elements മെഡിറ്റേഷൻ 2020 മെഡിറ്റേഷൻ നിങ്ങൾ പുതിയ ബാച്ച് ഇപ്പൊ തുടങ്ങും. അതിന് വരുന്നത് വളരെ ചെറിയ കാശ് മാത്രമേ മേടിക്കുള്ളൂ. 2020 മെഡിറ്റേഷൻ 3 ദിവസത്തെ 3 മണിക്കൂറിന്റെ മെഡിറ്റേഷൻ ആണ്. അതിന് 999 ആണ്. എല്ലാവർക്കും 90% ആൾക്കാർക്കും റിസൾട്ട് എടുത്തുകൊണ്ട് വന്ന ഒരു മെഡിറ്റേഷൻ ആണത്. പിന്നെ 7 elements മെഡിറ്റേഷൻ, അത് 7 ചക്രാസുമായി ബന്ധപ്പെട്ട മെഡിറ്റേഷൻ ആണ്. അത് ഈ 2020 കഴിഞ്ഞവർക്ക് മാത്രമേ ചേരാൻ പറ്റുള്ളൂ. അതിന്റെ ഫീസ് കൂട്ടിയിരിക്കുന്നു. ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുന്ന മെഡിറ്റേഷൻ ആണ്, 3333 റുപ്പീസ്. ഇനി ഡെയിലി മെഡിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മാസത്തിൽ 444 രൂപ. പിന്നെ ജേർണി ടു സക്സസ്, ജേർണി A to Z ബിസിനസ്, അങ്ങനെ കുറെ കോഴ്സുകൾ ഉണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞു പോകുന്നില്ല. ഒരു ഇമ്പോർട്ടൻസ് കാര്യം കൂടി പറയാം, വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളിൽ കുറച്ച് ആൾക്കാർ വേണ്ടി മാത്രമുള്ള ഒരു ഡൈവേർഷൻ ഞാൻ ഹാപ്പിനെസ് മാസ്റ്ററി ആക്കുകയാണ് ഇന്ന് മുതൽ. ഇന്ന് അനൗൺസ് ചെയ്യാണ്, ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ നമ്മുടെ ഇപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതിലും യൂട്യൂബ് കേൾക്കുന്നവരിലും ബിസിനസ് ആക്ടിവിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോ അതിന്റെ അടുത്ത തലങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിന്റെ അടുത്ത തലത്തിലേക്ക് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകളും പെയ്ഡ് ക്ലാസ്സുകളും ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ട് നിങ്ങളെ വേറെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകുന്നു. വാട്സപ്പ് ഗ്രൂപ്പൊക്കെ മാറ്റിയിട്ട് പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം അതിലേക്ക് ജോയിൻ ചെയ്യാം. ഞാനൊരു ലിങ്ക് കുറച്ച് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് വാട്സപ്പിൽ വെക്കാം. പക്ഷേ ബിസിനസ് ഇല്ലാത്തവർ ദയവ് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്യരുത്. കാരണം അവിടെ ബിസിനസ് മാത്രമേ പഠിപ്പിക്കുള്ളൂ. എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് മണിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ എല്ലാ ദിവസവും പറയുന്നുണ്ട്, നമ്മളുടെ മണി വരാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എനർജി പ്ലസ് ടൈം ആണ്. അപ്പോൾ ബിസിനസ്സുകാരന് കൂടുതൽ ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ അവന് വേണ്ടത് കൂടുതൽ എനർജിയും സമയവുമാണ്. ഇങ്ങനെയൊക്കെ ക്ലാസ്സിൽ വന്നിരുന്ന് സമയം കളയാൻ അവന് പറ്റാത്തത് കൊണ്ട് അവനക്ക് വേറെ തന്നെ ക്ലാസ്സുകളും അവന്റെ ബിസിനസ്സിനെ മാത്രം എവിടെയാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ അവൻ വിജയം ഉണ്ടാകും. തത്വം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ വെറുതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാതെ ബിസിനസ്സിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർക്ക് വേറെ തന്നെ ക്ലാസ്, ആ ക്ലാസ് പ്രാക്ടീസും ഒക്കെ അതിൽ വരുന്നുണ്ട്. ആ ക്ലാസ് ഉടനെ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഫ്രീ സെഷൻസ് ഉണ്ടാവും, അതിൽ പെയ്ഡ് സെഷൻസും ഉണ്ടാവും. ഞാനൊരു ലിങ്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാക്കി ഇപ്പോൾ അഡ്മിൻ ഷെയർ ചെയ്യും. നിങ്ങൾ ബിസിനസ്സുകാരാണ് മാത്രമേ അതിലേക്ക് ചേരാവൂ. കാരണം അതിൽ ചേർന്നിട്ട് ഞാനൊരു ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ്സുകാരനാണെന്ന് പൂർണ്ണമായി എനിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ മറ്റേ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ക്ലാസ് തരാൻ തുടങ്ങുള്ളൂ. അതിൽ അത്രയും ആവശ്യമായതുകൊണ്ട് കേട്ടോ, എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ നിന്ന് മില്യൺസിന്റെയും ബില്യൺസിന്റെയും ട്രാൻസാക്ഷൻസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നടപടിയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. എങ്ങനെ കോടിപതിയാകാം എന്നതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. കോടീശ്വരനായവർക്കും പോവാം, ഇനി കോടീശ്വരനാകത്തവർക്കും. ഇനി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് പ്രത്യേകം പറയുക, സാറേ ഞാൻ ബിസിനസ്സിൽ പ്ലാനൊക്കെ റെഡി ആയിട്ടുണ്ട്, എനിക്കൊന്ന്
അതിൽ ബിസിനസ് വേണം, അതിന് ഞാൻ വേറെ ക്ലാസ്സുകൾ ഫോം ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനി ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അവർക്ക് വേറെ ക്ലാസ് തരാം. രണ്ടും തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഇത് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഉള്ളവർ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാം, നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ തരാം, വേറൊരു വാട്സപ്പ് നമ്പർ തരാം, അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പോൾ അവർ നിങ്ങൾക്കൊരു ഫോം അയച്ചു തരും. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് എവിടെയാണ് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കും. കുറച്ച് ഫിൽട്ടറേഷനിലൂടെ പോകുള്ളൂ, കാരണം അത് പ്രൊഡക്റ്റീവായ ആൾക്കാരെ മാത്രം അവിടെ വേണം, വെറുതെ ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെയ്തോളൂ, നിങ്ങളത് ബിസിനസ് ആയാൽ മതി. ബിസിനസ് കണ്ണിലൂടെ കാണണം. എല്ലാ ബിസിനസിന്റെ നമ്മൾ കാഴ്ചപ്പാടും നോർമൽ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ബിസിനസ് കാഴ്ചപ്പാടിലൂടെ കാണാനുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അവിടെ എല്ലാം കാൽക്കുലേഷനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്, ബിസിനസിന്റെ വിജയത്തെ പറ്റിയായിരിക്കും പറയുന്നത്. അല്ലാതെ ഇവിടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയില്ല എന്നുള്ളതാണ്. ഇവിടെയും സമയം കളയുന്നു അല്ല പറഞ്ഞത്, അവിടെ നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കണം ഈ കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പറയേണ്ടി വന്നു. സാറേ, ചോദ്യങ്ങൾ വളരെ ഇഷ്ടമാണ്. സർ, ഷറഫുദ്ദീൻ സാർ, ഹോൾസെയിൽ ഫാർമസി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോൾസെയിൽ ഫാർമസി ഈസ് എ ബിസിനസ് അല്ലെ? ട്രോഫി ഷോപ്പ് ഈസ് എ ബിസിനസ്. ഇതെല്ലാം ബിസിനസ് ആണ്. കച്ചവടം നിങ്ങൾ ചെയ്യുന്നോ, അത് നിങ്ങൾ ലോൺ കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ കോഫി ഷോപ്പ് വെച്ചതായിക്കോട്ടെ, നിങ്ങളൊരു സൈക്കിൾ ഷോപ്പ് വെച്ചതായിക്കോട്ടെ, നിങ്ങളൊരു മുറുക്കാൻ കട വെച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു പെട്രോൾ പമ്പ് സ്വന്തമായിട്ടുള്ള ആയിക്കോട്ടെ, നിങ്ങൾ മൾട്ടി ബില്യൺസിന്റെ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നതായിക്കോട്ടെ, എന്തായാലും ഇറ്റ്സ് ആൻ ബിസിനസ്. ക്രയവിക്രയങ്ങൾ നടത്തുന്നത് എന്താണോ അതിനെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രയ വിക്രയത്തിനകത്ത് രണ്ട് ക്രായും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ, അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. ആ ഒന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടപ്പോൾ കിട്ടുന്നത് എന്താണോ അതാണ് ലാഭം. ഇത് മനസ്സിലാക്കി തരാൻ എളുപ്പത്തിൽ പറ്റും. ക്രിപ്റ്റോ കറൻസി, സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ വന്നോളൂ, ഇതൊക്കെ വന്നോളൂ. യൂണിറ്റ്, ചെറിയ ബാഗ് യൂണിറ്റ്, ഇതൊക്കെ ചെയ്തോളൂ. ഇതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് പറയുമ്പോൾ നിൽക്കും. പ്രീ സ്കൂളൊക്കെ ബിസിനസ് ആണ് സാറേ. പ്രീ സ്കൂൾ ബിസിനസ്സിലല്ലേ നിങ്ങൾ ചെയ്യുന്നത്, ലാഭം ഉണ്ടാക്കാനല്ലേ അത് ചെയ്യുന്നത്. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്താണോ അതെല്ലാം ഇൻവോൾവ് ആണ്. ഇവർക്ക് വേണ്ടി മാത്രം ഞാൻ ഗ്രൂപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് അതിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ക്രിയേറ്റീവ് കൃത്യമായി പറയാം. നിങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. ഇൻഷുറൻസ് സെയിൽ അടക്കം കച്ചവടമാണ് സാർ. കോൺട്രാക്ടർ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്, കോൺട്രാക്ടർക്ക് പറ്റും. സ്ത്രീകൾക്ക് തുടങ്ങുന്ന ബിസിനസിനെ പറ്റി ഒരു ക്ലാസ് തരാമോ സാർ? ബിസിനസ് തുടങ്ങാനാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്നെ ബന്ധപ്പെടാൻ, ഞാൻ അതിനു വേണ്ടിയിട്ട് വേറെ ക്ലാസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇതാക്കാൻ കേട്ടോ. ലോട്ടറി സ്റ്റാൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വലിയ എക്സ്പാൻഷനെ പറ്റി ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ മാം. അവിടെ ലിമിറ്റഡ് ആണ് ആ സാധനം, നമുക്ക് എക്സ്പാൻഷൻ ഇല്ല. ഓക്കെ, കോൺട്രാക്ട് ബിസിനസ് ഒക്കെയാണ് കേട്ടോ. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, നിങ്ങൾ സംശയം ചോദിച്ചോളൂ കേട്ടോ. അതിൽ കയറി വന്നിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കമാൺ, എല്ലാം റെഡി ആണല്ലോ നമ്മളെ ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. സൗഭാഗ്യങ്ങൾ നേടാൻ അല്ലേ, എല്ലാ സൗഭാഗ്യങ്ങളും ഒറ്റ സാധനത്തിൽ വന്നാലോ? വേണോ? വേണമെങ്കിൽ അപ്പോ പോരട്ടെ, മന്ത്രം പോരട്ടെ. പുതിയ ആൾക്കാർക്ക് അറിയില്ലല്ലേ, പഴയ ആൾക്കാർ പറഞ്ഞു കൊടുക്കും പെട്ടെന്ന്. എന്താണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വേണ്ട സാധനം? കമോൺ ഫാസ്റ്റ്. ഇനി സമയമില്ല, ഇന്ന് ഫാസ്റ്റ്. ഇന്നത്തെ സാധനം ഫാസ്റ്റ്. 260 ആൾക്കാരുണ്ട്, പെട്ടെന്ന് പോട്ടെ. ക്ലാസ് ഇവിടെ കേട്ടിട്ട് നിങ്ങൾ നാളെ യൂട്യൂബിലും കൂടി ഒന്നുകൂടി കാണണേ. പല കാര്യങ്ങളും നിങ്ങൾ ഇവിടെ കൃത്യമായി മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഞാൻ 1-2 ചോദ്യങ്ങൾ ഇന്നും ചോദിക്കാം ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ എന്താ പറയാ, ഈ ടെക്നിക്ക് തരുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. സകല സൗഭാഗ്യങ്ങളും നേടാൻ ഒരു ടെക്നിക്ക് തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, 48 hours ലാസ്റ്റ് പറഞ്ഞ സാധനം ഞാൻ കയറി ഉപയോഗിച്ചപ്പോ സാറേ സംഭവിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇതെങ്ങനെ സംഭവിക്കുന്നേ? അതിനകത്ത് എന്തോ ഒരു ടെക്നിക്ക് അവിടെ വർക്ക് ചെയ്യുന്നല്ലേ, അതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, മന്ത്രം ജപിച്ചാൽ അല്ലെങ്കിൽ ഈ മന്ത്രം ഉരുവിടൂ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ ഇല വീട്ടിൽ വെക്കൂ നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നതിന്റെ കൃത്യമായി എന്താണ് ലോജിക്ക് എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ. ഇത് മനസ്സിലാക്കുക, അത് പ്രാവർത്തികം കൂടി ആക്കുക കേട്ടോ. റെഡിയാണെങ്കിൽ ഇന്നും അതുപോലെ തന്നെ നിൽക്കാവൂ. ആരും ഒരു കാര്യത്തെയും അന്ധതയോടെ സമീപിക്കരുത് എന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു. സാറേ, എനിക്ക് 50 ലക്ഷം കടമുണ്ട്, മാറ്റിത്തരാമെന്ന് ചോദിച്ചാൽ മാജിക്കുകൾ വർക്ക് ചെയ്യില്ല.
50 ലക്ഷത്തിന് 50 ലക്ഷം ഉണ്ടാക്കുക തന്നെ വേണം. ദർ ഇസ് നോ അതർ വേ. അത് റിയൽ ആയിട്ട് മനസ്സിലാക്കുക. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള വിശ്വാസം ഉണ്ടാക്കലാണ് ഈ ക്ലാസ്. അത് ഉണ്ടാക്കാൻ എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരിക. അയ്യോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരില്ല. ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരില്ല. നിങ്ങൾ ചെയ്യേണ്ട ആക്ഷനെ പറ്റിയേ ഞാൻ പറയുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാൽ എന്തെങ്കിലുമൊക്കെ ആവുകയുള്ളൂ. ഗീത ടൈപ്പ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് മാത്രം ചെയ്യുക. അപ്പോൾ അത് മാത്രം സംഭവിക്കും. അപ്പൊ സകല സൗഭാഗ്യങ്ങൾ ലഭിക്കാനായിട്ട് ഒരു മന്ത്രം വേണമെന്ന് എല്ലാവർക്കും വേണമല്ലോ അല്ലെ? അപ്പോൾ പെന്നും പേപ്പർ എടുത്തോളൂ ആദ്യം തന്നെ എല്ലാവരും. എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തിട്ടല്ല, എനിക്ക് ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, എഴുതി വെച്ചോളൂ രണ്ടുപേരും. അരുൺ മോഹൻ, മറ്റാൾ പേരിലാണല്ലേ നിങ്ങൾ രണ്ടുപേരും എഴുതി വെച്ചിരിക്കുന്നത്. സകല സൗഭാഗ്യങ്ങൾ വേണമെങ്കിൽ എഴുതിക്കോളൂ. ആദ്യത്തെ പോയിന്റ് എഴുതിക്കോളൂ. ആദ്യം കുറച്ച് സിസ്റ്റംസിലൂടെ പോവാതെ ഒന്നും സൗഭാഗ്യങ്ങൾ വരുമോ? അങ്ങനെ വരുമോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും വരുമെന്ന് ആരും വിചാരിക്കരുത്. ചില സിസ്റ്റങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ സൗഭാഗ്യങ്ങളൊക്കെ വരികയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്തായിരിക്കണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ ആദ്യം എന്തായിരിക്കണം ചെയ്യേണ്ടത്? ആർക്കെങ്കിലും ഒരു സ്റ്റുഡൻസിന് ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ആരാണ് എന്റെ ക്ലാസ്സിൽ ബ്രില്യന്റ് കുട്ടി? നോക്കട്ടെ. ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു പോയിന്റ് വിടാതെ ഞാൻ ഒരു ദിവസം പോലും ഞാൻ ആ പോയിന്റ് പറയാതെ പോവില്ല. അല്ല 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 ഇല്ലേ അല്ല അല്ലേ അല്ല. ആര് ടൈപ്പ് ചെയ്തോ എത്തിയില്ല. വന്നു എവിടെയൊക്കെ ഷിബി വാ. ഷിബി, സ്നേഹലത ഷിബി, വണ്ടർഫുൾ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായല്ലോ എന്താ പറഞ്ഞതെന്ന്. സകല സൗഭാഗ്യങ്ങൾ വേണം. എന്താ വേണ്ടത്? വാട്ട് യു വാണ്ട്? വിശ്വാസം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്ന് വേണ്ടേ? ആദ്യം ലക്ഷ്യം വേണ്ടേ? ലക്ഷ്യമുണ്ടായതിനു ശേഷം മാത്രമല്ലേ വിശ്വാസം ഉണ്ടാവുള്ളൂ. ലക്ഷ്യമില്ലാത്ത എന്താണ് സംഭവിക്കുന്നത്? എന്ത് കിട്ടും? സകല സൗഭാഗ്യങ്ങൾ എനിക്ക് വേണം. എന്താണ് എനിക്ക് വേണ്ടത്? എപ്പോഴും പറയല്ലേ, ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വത്സേ അല്ലെങ്കിൽ ഭക്ത നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, അയ്യോ ഒരു 5 മിനിറ്റ് ഞാൻ പുസ്തകം നോക്കിയിട്ട് വരാവേ, അല്ലെ ഞാൻ ഭാര്യയോട് വിളിച്ചു ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നടക്കുമോ? ലളിതമായി എത്രയോ ദിവസങ്ങൾ പറയുന്നു. എന്താ വേണ്ടത്? സൗഭാഗ്യങ്ങൾ വേണം. എന്താണ് ഈ സൗഭാഗ്യം നിങ്ങൾക്ക് ആവശ്യം? ഇതിനെപ്പറ്റി ചിന്തിക്കൂ. സ്പഷ്ടമായ ലക്ഷ്യനിർണയം ഉണ്ടാവണം. എഴുതി വെച്ചോ. എത്രയോ കാലങ്ങളായിട്ട് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് ഫോക്കസ്ഡ് ആവുന്നതേയില്ല. ഇത്രയും കാലം പറഞ്ഞിട്ടും അതിലേക്ക് ഫോക്കസ്ഡ് ആവുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? പിന്നെ എങ്ങനെയാണ് ഇത് ലഭിക്കുക? ലഭിച്ച ആൾക്കത് അറിയാൻ പറ്റും. എനിക്ക് ഇത് ഉള്ളത് കൊണ്ടാണ് ലഭിക്കുക. അതുകൊണ്ടാണ് വിഷൻ ബോർഡ് ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ എല്ലാവരും ആകെ കുലുങ്ങാൻ തുടങ്ങി. അവിടെ രക്ഷയില്ല. കാരണം ചിന്തിക്കാൻ കുറേ പണിയുണ്ട് ഇവിടെ. അല്ലെ? ഗ്രൂപ്പാക്കി 50 പേരുടെ ക്ലാസ് വന്നപ്പോ 5 ഗ്രൂപ്പാക്കി. അതിൽ 5 ലീഡർമാരെയും തെരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് 2 ലീഡർമാരെ വേറെയും തെരഞ്ഞെടുത്തു. 50,000 രൂപയുടെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സിലൊന്നും ഇത്തരം ഒരു പരിപാടിയും ഇല്ല. ആ ക്ലാസ് എല്ലാം റെഡിയാക്കി സാറ് വെച്ചിട്ടുണ്ട്. അത് കേൾക്കുക, പഠിക്കുക. 50,000 രൂപയുടെ കോഴ്സും സെയിം ആണ്. 49,999 രൂപ കോഴ്സ് ഉണ്ട്. ഇതിലൊന്നും ഈ ലീഡർമാരോ സിസ്റ്റം ഒന്നുമില്ല. വിഷൻ ബോർഡ് വന്നപ്പോ നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവണം അതിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോഴൊറ്റ ചോദ്യത്തിൽ നിങ്ങൾ കൂടി നിന്നില്ലേ? എല്ലാവരും വന്നിരിക്കുന്ന സ്പഷ്ടമായ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? എന്താണ് എനിക്ക് ആവശ്യം? ലക്ഷ്യമുണ്ടാക്കൂ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഭാഗ്യം വ്യക്തമായി നിശ്ചയിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സൗഭാഗ്യം എന്താണോ അത് വ്യക്തമായി നിശ്ചയിക്കുക. അതെന്തുമാവാം. ഒരു ജോലിയാവാം, ഏതെങ്കിലും ഒരു ബന്ധമാവാം, പണമാവാം, അല്ലെങ്കിൽ ധനമാവാം, സ്വത്താവാം, അല്ലെങ്കിൽ എന്താ പറയുക ആരോഗ്യമാവാം, ദാമ്പത്യമാകാം, എന്തുമാവാം, നല്ല മക്കളാവാം, എന്തുമാവാം. സൗഭാഗ്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നൊക്കെ അവരവരെ കാഴ്ചപ്പാടാണ്.
ഇന്നത് കിട്ടിയാൽ സൗഭാഗ്യം, ഇന്നത് കിട്ടിയാൽ സൗഭാഗ്യമല്ല എന്നൊക്കെ. പക്ഷേ അത്രയും സ്പഷ്ടമായ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ടല്ലേ നമുക്കിത് ലഭിക്കാത്തത്. ശ്രദ്ധിച്ചു നോക്കൂ. ആം ഐ റൈറ്റ്? ഇതിനൊന്നും നിങ്ങൾ ഉത്തരം പറയൂ. ശരിയാണ്, ഇത് ശരിയാണോ ഞാൻ പറഞ്ഞത്? നമുക്ക് ലക്ഷ്യമില്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് കൃത്യമായി കിട്ടാത്തത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പൊ സംഭവിച്ചെന്ന് പോയെന്ന് വരാം, ലോട്ടറി അടിച്ചെന്ന് വരാം, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടെന്ന് വരാം, ഇഷ്ടപ്പെട്ടെന്ന് വരാം, ഇതൊക്കെ വരാം. ഒരു ദിവസം സാമ്പത്തികം നല്ലതായെന്ന് വരാം, ഭാര്യ ഭർത്താവിന് എന്നും കൊടുക്കുന്ന ഒരു അടി ചില ദിവസം ക്ലാസ്സിലേക്ക് വന്നു 10 ദിവസത്തേക്ക് നിന്നെന്ന് വരാം. ഭർത്താവിന് കൊടുക്കുന്ന അടി ചിലപ്പോൾ 2 ദിവസം 10 ദിവസത്തേക്ക് ക്ലാസ്സിലിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടായെന്ന് വരാം, ഒക്കെ ഉണ്ടായെന്ന് വരാം. താൽക്കാലികം മാത്രമാണ്. പക്ഷേ ആ കുടുംബം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ ലക്ഷ്യമുണ്ടാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും അതിൽ തന്നെ നിൽക്കും. ഉദാഹരണം വേണം, ഇവിടെ ഇരിപ്പുണ്ടത് ചുറ്റുവട്ടത്ത്. ഞങ്ങൾ ഇങ്ങനെ വേണം തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ വന്നാ എന്നും പറഞ്ഞു പോകുന്നു. രണ്ടുപേരും ഓഫീസ് തിരക്കുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോഴങ്ങനെയൊന്നും അല്ല. കൃത്യം തീരുമാനം, വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ച് രണ്ടുപേരും ഇങ്ങനെ എന്നും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത്. ഇത് സംഭവിക്കുകയും ചെയ്യും. അപ്പൊ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാക്കി അതിനെ കൃത്യമായി വിഷൻ ബോർഡിലേക്ക് മാറ്റുക. കാറ് മേടിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞപ്പോ ആദ്യം പോയി മാസം എനിക്ക് ആകെ ശമ്പളം ഉള്ളത് 20,000 രൂപ, കാറ് മേടിക്കണം, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. എന്നാ പിന്നെ കുറക്കണ്ടല്ലോ. ആൾക്കാർ പഠിപ്പിച്ചു കൊടുത്ത ആള് പറഞ്ഞു ബിഗ് തിങ്ക് ബിഗ്, ബിഗ് മാത്രം ചിന്തിക്കാവൂ. അങ്ങനെ ലംബോർഗിനി തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. മാസം ശമ്പളം എത്ര? ശമ്പളം കൂട്ടാനുള്ള ഒരു ലക്ഷ്യബോധം കൂട്ടിയില്ല. ഒരു ലക്ഷ്യവും ശമ്പളം പണി കൂട്ടുന്നത് ചെയ്തില്ല. ഞാൻ ആ കഥയിലേക്ക് പോകുന്നില്ല, കുറെ സമയം പോകും. ഓക്കെ, രണ്ടാമതായല്ലോ. ഇത് കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് മന്ത്രം കുത്തിന് വേണ്ടി മാത്രം പറഞ്ഞവരാണെങ്കിൽ വെയിറ്റ് ചെയ്യും, നിങ്ങൾക്ക് അത് കിട്ടും. പക്ഷെ ചില തിരിച്ചറിവുകൾ നടത്തണം, എങ്കിൽ മാത്രമേ ഈ മന്ത്രം ഫലിക്കുകയുള്ളൂ. എന്ന് മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ ആരും ഓം ക്രീം കുട്ടിച്ചാത്തായ നമഃ അല്ലട്ടോ പറഞ്ഞു തരുന്നത്. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിലാണ് മന്ത്രം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ നിങ്ങൾ കൃത്യമായി കേട്ടിട്ടുണ്ടാകും. അഫ്രിമേഷൻ ആണ്, സ്ഥിരീകരണങ്ങൾ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. തെറ്റിദ്ധരിച്ചുകൊണ്ട് ആരും ഇവിടെ നിൽക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഈ സൂം മീറ്റിൽ എക്സിറ്റ് ചെയ്ത് പോകാം. അന്ധവിശ്വാസങ്ങളൊന്നും നമ്മൾക്ക് ഇതില്ല. കൃത്യമായ തെളിവുള്ള സംഭവങ്ങളേ ഉള്ളൂ. അഫ്രിമേഷൻസ് ആണ് പറയുന്നത്. അത് എവിടെ അഫ്രിമേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ പല പല ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് കൃത്യമായ ലക്ഷ്യബോധവും, രണ്ടാമതോ ഇത് മാത്രം പോരാ, ആത്മവിശ്വാസം ഉണ്ടാവും. അല്ലെ? രണ്ടാമത് നിങ്ങൾ പറഞ്ഞത്, ആദ്യം പറഞ്ഞല്ലോ എല്ലാവർക്കും ഇതിലെ വിശ്വാസം അല്ലെ പറഞ്ഞല്ലോ നിങ്ങൾ അല്ലെ? രണ്ടാമത് നമുക്ക് വേണ്ടി വിശ്വാസം ഇല്ലേ വർക്ക് ചെയ്യോ? ആത്മവിശ്വാസം, അവനവനിലുള്ള വിശ്വാസം. ഇതെനിക്ക് സാധിക്കും, ഇതെനിക്ക് കിട്ടും, എന്നെ കൊണ്ട് ഇത് പറ്റും, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്കിതൊക്കെ പറ്റും എന്നുള്ള. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ നല്ലൊരു പോസ്റ്റ് എഴുതി തന്നിരുന്നു അല്ലെ? ആത്മവിശ്വാസത്തെ പറ്റി, സ്വയം മൂല്യത്തെ പറ്റിയിട്ടല്ലേ? മെഡിറ്റേഷൻ സമയത്ത് പറഞ്ഞതാണ്. അത് കൃത്യമായി എല്ലാവർക്കും അയച്ചതും വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ചെയ്യേണ്ടതാണ്. പോസിറ്റീവായിട്ടുള്ള ആത്മവിശ്വാസം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് ആത്മവിശ്വാസത്തെ പറ്റി ആരും എവിടെയും പ്രതിപാദിക്കുന്നേ ഇല്ല. എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല, എനിക്ക് അവിടെ വിഷയമാണ്, ഇതാണ് അതാണ്. ഞാനത് കോഴിക്കോട് പ്രോഗ്രാം നിങ്ങളെ കൺമുമ്പിൽ കാണിച്ചതാണ് അല്ലെ? ഞാൻ ആ അന്നത്തെ അവസ്ഥയിൽ എങ്ങനെയായിരുന്നു, തലേ ദിവസം എങ്ങനെയായിരുന്നു എന്റെ അവിടുത്തെ ആരോഗ്യസ്ഥിതി, പക്ഷെ ഞാൻ സ്റ്റേജിലെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ തെളിയിച്ചാണ്. തിരിച്ച് ഞാൻ രാത്രി ഉറങ്ങാൻ പോയപ്പോ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞതാണ് എത്ര ഡിഗ്രി പനിയായിരുന്നു എനിക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതെല്ലാം വെറും ആത്മവിശ്വാസത്തിനോട് എന്നെ കൊണ്ട് പറ്റും. സ്റ്റേജിലെത്തുമ്പോൾ എനിക്കത് ഉണ്ടാവില്ല. ഞാൻ പിണ്ടും പറയുന്നു, നോ. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ കണ്ടത് കുറെ ദിവസം ജലദോഷവും പനിയും പിടിച്ചിട്ടും ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ആള് മാറും. ഇതെങ്ങനെയാണ്? എനിക്കിത് പറ്റുമെന്ന് എന്റെ ആത്മവിശ്വാസം മാത്രമാണ്, വേറെ ഒന്നും അവിടെ വർക്ക് ചെയ്യില്ല. ഇറ്റ്സ് നോട്ട് സോ ഈസി വാട്ട് യു തിങ്ക്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സംഭവമല്ല. ഈ അത്രയും എളുപ്പമുള്ള കാര്യമല്ല. വളരെ വലിയ എഫക്റ്റീവായ സാധനമാണ് ആത്മവിശ്വാസം. ഇത് ഉണ്ടാക്കുക. മൂന്നാമത്തെ കാര്യം, ഡെയിലി ഇതെല്ലാം ഉണ്ട്. 2 സാധനം ആയിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടതിനെ പറ്റി ഡെയിലി നമ്മൾ എഴുതുക. ഡെയിലി നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, എഴുതിക്കൊണ്ടേയിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അതിനു വേണ്ടി കുറച്ച് ഊർജം നൽകണം, കുറച്ച് എനർജി ആ സംഭവത്തിലേക്ക് നൽകണം. എല്ലാ ദിവസവും നൽകണം. എല്ലാ സമയത്തും നൽകണം എന്ന് ഞാൻ പറയില്ല.
എല്ലാ ദിവസവും നൽകണം. ഇതിന് നമ്മൾ പറയുന്നതാണ് വോൺ ടൈം, അല്ലെ? നമ്മൾ വോൺ ടൈമിനെ പറ്റി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിത് പറ്റും, എനിക്ക് സാധ്യമാണ്, സൗഭാഗ്യം എനിക്ക് ലഭിക്കും, എനിക്കത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന രീതിയിലുള്ള ചിന്തകളിലൂടെ നമ്മൾ ഓരോ ദിവസവും കുറച്ച് സമയം ആ കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം. ഇത് വളരെ ഈ വിശ്വാസവും, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആക്ഷൻ. മൂന്നാമത് വരുന്നത് ആക്ഷൻ. ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി സ്വീകരിക്കണം, ഇല്ലെങ്കിൽ പറ്റില്ല. ഇതിനു വേണ്ടിയുള്ള നടപടികൾ കൂടി സ്വീകരിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഈ കാര്യം ക്ലിയർ ആയല്ലോ. നടപടി സ്വീകരിക്കുക എന്ന് വെച്ചാൽ എനിക്കൊരു സ്വപ്ന ഭവനം ഉണ്ടാക്കാനാണ്, അതാണ് നിങ്ങളുടെ സൗഭാഗ്യം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വെറുതെ ഭവനം കിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പണികളുണ്ട്, പ്രവൃത്തികളുണ്ട്, അതും കൂടി ചെയ്യണം. ഇത് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഊർജം കൂട്ടാനുള്ള മന്ത്രം മാത്രമാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാവണമെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ, എപ്പോഴോ എഴുന്നേക്കുന്നതിന് പകരം എനിക്ക് ഇത്ര സമയത്ത് എഴുന്നേറ്റാലേ എന്റെ ഈ പണി ഈ സമയത്ത് നടക്കുള്ളൂ എന്നുള്ള സെറ്റിങ്സ് നമ്മളിൽ വേണം. 5 മണിക്ക് എഴുന്നേക്കുന്നവൻ 5 മണി 5:05 ആയിപ്പോയാൽ മെഡിറ്റേഷന്റെ സമയം, അല്ലെങ്കിൽ നമ്മുടെ ഈ വോൺ ടൈം സെറ്റ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ ഈ അഫർമേഷൻ എഴുതുന്ന സമയം, നമ്മൾ ഇതിനെപ്പറ്റി ഫോക്കസ് ചെയ്യുന്ന സമയം 5 മിനിറ്റ് കുറഞ്ഞു പോകും. അത്ര കണ്ട് സെറ്റായിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് 5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ ആക്ഷൻ തുടങ്ങും. എന്താണ് അത് തന്നെയാണ് ആക്ഷൻ എന്ന് പറഞ്ഞത്. ഈ ആക്ഷൻ തുടങ്ങും, നമ്മൾ നമ്മൾ ആ ഊർജം നിലനിർത്തും, നമ്മൾ ആ കാര്യങ്ങളിലേക്ക് ഈസി ആയിട്ട് പോകും. ഇത്രയും ലളിതമാണ്. പക്ഷെ ഒന്നാമത്തെ കാര്യത്തിലാണ് നമ്മൾ എപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത്തേലേക്ക് പോകുള്ളൂ, വിശ്വാസത്തിലേക്ക് പോകുള്ളൂ. കാരണം ഒന്നാമത്തെ ലക്ഷ്യനിർണയം ഇല്ലാത്ത ഒരാൾക്ക് പിന്നെ വിശ്വാസമേ ഇല്ല. വിശ്വാസമില്ലാത്ത ആൾക്ക് എന്താണ്? വിശ്വാസമില്ലാത്ത ആൾക്ക് പോസിറ്റീവായിട്ടുള്ള വിശ്വാസമില്ലാത്ത പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്ക് എന്ത് സംഭവിക്കും? അവർ പോസിറ്റീവായി ആക്ഷൻ എടുക്കില്ല, അല്ലെ? ആക്ഷനും എടുക്കില്ല. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? പിന്നെ അവൻ എവിടെ കിടക്കുന്നു അവിടെ തന്നെ കിടക്കും, അല്ലെ? സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇത് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ജസ്റ്റ് ക്ലിയർ ആണെങ്കിൽ എസ് എന്ന് പറയും, എല്ലാവരും ടൈപ്പ് ചെയ്യും. ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. വളരെ ലളിതമാണ്, വളരെ ലളിതമായി പറഞ്ഞു തന്നു. ഇത് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാന ഘടകമാണ്. ഇത് എന്തുകൊണ്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തവരൊക്കെ വിജയിക്കുന്നു വെച്ചാൽ ആ ബോർഡല്ല അതിന്റെ വിജയത്തിന്റെ ആധാരം. ആ ബോർഡിലേക്ക് നിങ്ങൾ പോയ വഴികളാണ്. ആ ബോർഡ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളിൽ ഉദിക്കുന്ന ചില സ്പാർക്കുകൾ ഉണ്ടല്ലോ, ബ്രെയിനിൽ നിന്ന് വരുന്ന സ്പാർക്കുകൾ ഉണ്ട്. അയ്യോ, ആ സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മനസ്സൊരു പുസ്തകം എഴുതിയതിനെ കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, അല്ലെ? ഇനിയിപ്പോ അടുത്ത പുസ്തകം എഴുതുന്നത് ഇതേപോലെ തന്നെ. എനിക്കൊരു സുപ്രഭാതത്തിൽ ഞാനൊരു അസന്നിഗ്ധ ഘട്ടത്തിലെത്തും, അപ്പോഴൊറ്റ ഇരുന്നത്തിൽ എഴുതും. വേറെ വഴികളില്ല. ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്തോ, അല്ലെങ്കിൽ കുളിക്കാൻ പോയി അവിടെ ഒരു 10 മിനിറ്റ് തണുത്ത വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു സാധനം ക്ലിക്കായി വരുന്നത്, ടക്കെന്ന് പറഞ്ഞു. അത് നേരെ വന്ന് ഡിസൈൻ ചെയ്യും, അന്നേരം തന്നെ പ്ലാൻ ചെയ്യും. 10-15 മിനിറ്റ് കൊണ്ട് അതിന്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കും. പിന്നെ തോട്ട്സിലേക്ക് പോകും. വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. തോട്ട്സിലേക്ക് പോകും, പിന്നെയാണ് പോകുന്നത്. ആദ്യം അതിന്റെ ഔട്ട്ലൈൻ ഒക്കെ റെഡിയാക്കി വെക്കും. അതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ആ സാധനം റെഡിയാക്കി വെച്ച് പിന്നെ അതിലേക്കുള്ള ആക്ഷൻസ് ആണ്. വിഷൻ ബോർഡ് ഒരു കാര്യത്തിലല്ല, ഓരോ കാര്യങ്ങൾക്കും ഉണ്ടാവാം. ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുമ്പോൾ കൃത്യമായ റിസൾട്ട് എനിക്ക് കാണാം. എന്തൊക്കെ, ആർക്കൊക്കെ, എവിടെയൊക്കെ ഗുണമുണ്ടാവും, ഏത് ടൈപ്പ് ആൾക്കാരാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു ഇതുപോലെ ഈ ബിസിനസിന്റെ ക്ലാസ് ഞാൻ ഡിസൈൻ ചെയ്ത് ഇന്നിപ്പോ ഡിസൈൻ ചെയ്ത് പറഞ്ഞതാ. എന്നുവെച്ചാൽ എനിക്കറിയാം അതിന്റെ ഏതൊക്കെ ആൾക്കാരാണ് വരുന്നത്, ഏതൊക്കെ ആൾക്കാരെ കൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്ന കൃത്യമായി വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേപ്പറിൽ വരച്ച് റെഡിയാക്കി, ഓഫീസിൽ നിന്ന് വരച്ച് റെഡിയാക്കി ഏതൊക്കെ കാറ്റഗറി ആൾക്കാരാണ് ഇതിൽ ഗുണം ഉണ്ടാവുന്നത്, അവർക്ക് എന്തൊക്കെ രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് വിഷൻ ബോർഡ്. ഇത് ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ സംഭവം ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ നമുക്ക് ഒരു മന്ത്രം പഠിച്ചു പോകാം, അല്ലെ? എന്നിട്ട് നമുക്ക് ഇന്നത്തെ കാര്യം ചെയ്യാം. എഴുതി വെച്ചോളൂ. ഇതിന്റെ പേര് മറ്റൊന്നുമല്ല, നിങ്ങളൊക്കെ സ്ഥിരം കേട്ട് തന്നെയാണ്. പക്ഷെ ഇതിലെല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സാധനമാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താ പറയുക വേണ്ടത്? നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്താണ്? സമ്പൽ സമൃദ്ധി, അല്ലെ? ആ വാക്കല്ലേ ഏറ്റവും ഉചിതം? സമ്പൽ സമൃദ്ധി. അപ്പൊ സമ്പൽ സമൃദ്ധിയിൽ എന്തൊക്കെ ഘടകങ്ങൾ വരും? സമ്പൽ സമൃദ്ധിയിൽ ഒരുപാട് ഘടകങ്ങൾ ഉൾപ്പെട്ടാൽ മാത്രമേ സമ്പൽ സമൃദ്ധി ഉണ്ടാവുള്ളൂ. അതിൽ പണം വേണം, ആരോഗ്യം വേണം, ബന്ധങ്ങൾ വേണം, സന്തോഷം വേണം,
അല്ലേ? ഇതെല്ലാം ഉണ്ടായാൽ മാത്രമല്ലേ നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ആ അഫർമേഷൻസ്, ആ മന്ത്രം എഴുതി വെച്ചോളൂ. ഈ മന്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നും പറഞ്ഞു തരാം. കൃത്യമായി എഴുതിക്കോളൂ. നിങ്ങൾ 100% നിങ്ങളിലേക്ക് ഇത് തുടങ്ങിയ അന്ന് മുതൽ, ഇന്ന് നിങ്ങൾ തുടങ്ങിയോ, ഇന്ന് നിങ്ങൾ ഞാൻ ഈ പറയുന്ന സംഭവം തുടങ്ങിയോ, നാളെ മുതൽ നിങ്ങളിലെ മാറ്റം കണ്ടോളൂ. നാളെ മുതൽ നാളെ തന്നെ ഇവിടെ വന്ന ആൾക്കാർ പറയും, സാറേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ബന്ധം ഇങ്ങനെ എന്നിലേക്ക് തിരിച്ചു വരുമെന്നു, ഈ സന്തോഷം ആരോഗ്യം എനിക്ക് ഇത്ര പെട്ടെന്ന് കിട്ടുമെന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയും പവർഫുൾ ആയ സാധനമാണ്. എഴുതി വെച്ചോളൂ. എനിക്ക് ആവശ്യമായ സമൃദ്ധി, ആരോഗ്യം, സന്തോഷം നൽകുന്ന ബന്ധങ്ങൾ. അഗാധമായ സന്തോഷം, സമ്പത്ത് എന്നിവ എല്ലാം അനായാസേനയായി ലഭിക്കുന്നു. ഇതുവരെയുള്ള ഒന്നുകൂടി പറയാം. എനിക്ക് ആവശ്യമായ സമൃദ്ധി, ആരോഗ്യം, സന്തോഷമേകുന്ന ബന്ധങ്ങളെല്ലാം പ്രത്യേകമുണ്ട്. സന്തോഷമേകുന്ന ബന്ധങ്ങൾ, അഗാധമായ സന്തോഷം, സമ്പത്ത് എന്നിവയെല്ലാം അനായാസേനയായി ലഭിക്കുന്നു. അടുത്ത ലൈൻ, എന്റെ ജീവിതത്തിലേക്ക് ഈ സൗഭാഗ്യങ്ങൾ സ്വാഭാവികമായി എത്തുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, അതുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് ഈ സൗഭാഗ്യങ്ങൾ സ്വാഭാവികമായി എത്തുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. എഴുതിയോ? ഞാൻ ആ ബിസിനസ്സുകാർക്കുള്ള ഗ്രൂപ്പ് ഉണ്ടായിക്കോട്ടെ. എഴുതിയല്ലോ എല്ലാവരും? ഹാപ്പിനെസ് ബിസിനസ്, ഹാപ്പിനെസ്. ഒന്നുകൂടി പറയണോ? എല്ലാം ഒന്നുകൂടി പറയണോ? ഓക്കെ, പറഞ്ഞുതരാം. എനിക്ക് എഴുതിക്കോളൂ. ഒന്നുകൂടി പറയണം പറഞ്ഞു. ചിലർ എഴുതിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആവശ്യമായ സമൃദ്ധി, ആരോഗ്യം, സന്തോഷകരമായ ബന്ധങ്ങൾ, സന്തോഷമേകുന്ന ബന്ധങ്ങൾ. എനിക്ക് ആവശ്യമായ സമൃദ്ധി, ആരോഗ്യം, സന്തോഷമേകുന്ന ബന്ധങ്ങൾ, അഗാധമായ സന്തോഷം, സമ്പത്ത് എന്നിവയെല്ലാം അനായാസേന ലഭിക്കുന്നു. എന്റെ ജീവിതത്തിലേക്ക് ഈ സൗഭാഗ്യങ്ങൾ സ്വാഭാവികമായി എത്തുന്നതിൽ ഞാൻ നന്ദി പറയുന്നു. ബിസിനസ് ഗ്രൂപ്പ് ഞാൻ ചാറ്റിലിട്ടിട്ടുണ്ട്. ബിസിനസ്സുകാർ മാത്രം ജോയിൻ ചെയ്യുക. എല്ലാവരും എഴുതി കഴിഞ്ഞല്ലോ. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് നിങ്ങൾ എഴുതുക, ആദ്യം വ്യക്തമായി എഴുതുക. എന്നിട്ട് 21 തവണ നിങ്ങൾ അത് തന്നെ വായിക്കുക. എഴുതി കഴിഞ്ഞ സമയത്ത് തന്നെ 21 തവണ നിങ്ങൾ വായിക്കുക. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു.
നാളെ രാവിലെ എഴുന്നേറ്റ ഉടനെ വീണ്ടും 21 തവണ വായിക്കുക. കൈ വെച്ചിട്ട് വായിച്ചോളൂ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ എല്ലാ വർക്കും കഴിഞ്ഞ് വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ എല്ലാം പ്രാർത്ഥന ഇനി ഒന്നുകൂടി പറയാൻ പറ്റില്ല. നിങ്ങൾ നാളത്തെ വീഡിയോ കേട്ടിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഞാൻ 2 തവണ പറഞ്ഞു, കുറെ സമയം എടുത്ത് പറഞ്ഞു. കേട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കേട്ടാന്നൊക്കെ. നാളെ വൈകുന്നേരം നിങ്ങൾ ഒന്നുകിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പ്രാർത്ഥനയുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ തിരിച്ചു എത്തി കുളിച്ച് ഫ്രഷായി വന്ന് നിങ്ങൾ റീഫ്രഷായി നിൽക്കുമല്ലോ, ആ സമയത്ത് വീണ്ടും എടുത്ത് ഒന്ന് വായിക്കുക. 2 തവണയായില്ലേ? രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വീണ്ടും ഇത് വായിക്കുക. ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. ഇത് സമൃദ്ധി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണല്ലോ. നാളെ ഒരു ദിവസം വന്നുകൊണ്ട് മാത്രം പോരല്ലോ, എന്നും ഉണ്ടാവേണ്ട സാധനമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്നാണോ ഇത് ഓട്ടോ സജഷനായി മാറുന്നത്, വായിക്കാതെ തന്നെ നിങ്ങൾ നിരന്തരം എപ്പോ വിചാരിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറുന്നത് വരെ നിങ്ങൾ നോക്കി വായിക്കണം. പിന്നെ നോക്കി വായിക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് അത് പറയാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്നിട്ട് സമൃദ്ധി, സമാധാനം, എനിക്ക് ആവശ്യമായ സമൃദ്ധി, ആരോഗ്യം, സന്തോഷകരമായ ബന്ധങ്ങൾ, അഗാധമായ സന്തോഷം, സമ്പത്ത് എന്നിവയെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നുള്ള ആ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം 3 പ്രാവശ്യം. പക്ഷെ പിന്നെ നിങ്ങൾ അത് ഓട്ടോമാറ്റിക് ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്ന സമയത്തൊക്കെ, ഓർക്കുന്ന സമയത്തൊക്കെ ഇത് മനസ്സിൽ നിന്ന് പറയാം. ഇതിനാണ് പറയുന്നത് ഓട്ടോ സജഷൻ മോഡിലേക്ക് പോകുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് സെറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല. ആവശ്യം എന്താണ് സെറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്, നിങ്ങൾ അതിന് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം വേണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അതിന് തത്തുല്യമായ ആക്ഷൻ എടുക്കാൻ തയ്യാറാവണം. അപ്പോൾ ഇത് സാധനം നിങ്ങളിൽ വരും. ഓക്കെ, ക്ലിയർ ആയി കഴിഞ്ഞല്ലോ. രഞ്ജിത്ത്, സോറി, ഞാനത് ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊണ്ടുപോയി വാട്സപ്പിൽ ഇപ്പൊ ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാവരും ആ ഗ്രൂപ്പിലേക്ക് ചാടിക്കയറും. അപ്പോ നിങ്ങൾ വേണ്ടവർ അവിടെ നിന്ന് എടുത്ത് ഷെയർ ചെയ്തോളൂ. പരസ്പരം പരിചയമുള്ളവർ അവിടെ നിന്ന് എടുത്ത് ഷെയർ ചെയ്തോളൂ. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും മതിയല്ലോ ഇന്നത്തെ ദിവസം. നിങ്ങൾ ക്ലിയർ ആയല്ലോ? ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാം, ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. ആൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് ഒന്ന് കാര്യങ്ങൾ ചോദിക്കാം. ക്ലിയർ ആക്കി കൊണ്ട് പോയിക്കോളൂ നിങ്ങൾ കേട്ടോ. ചോദിച്ചാൽ ഞാൻ മറുപടി എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ആൾ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആരും കണ്ടോ ചോദിച്ചോളൂ കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. അപ്പൊ നമ്മുടെ കോഴ്സുകളിൽ ഇപ്പോൾ ഓൺ. താങ്ക് യു സർ. താങ്ക് യു നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു ടൈപ്പ് ചെയ്താൽ മതി, ശബ്ദം ഉണ്ടാക്കരുത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് എത്ര മണിക്ക് നല്ലോണ്ടോ സാറേ രാവിലത്തെ ടൈം? സജീവനാണെങ്കിൽ രാവിലെ 3:30 എഴുന്നേക്കണം. 5:30 എഴുന്നേറ്റിട്ട് ഇത് 21 തവണ എഴുന്നേറ്റ് വായിക്കണം. സജീവിന് സജീവിന് കറക്റ്റ് 3:30 മണിക്ക് എഴുന്നേറ്റാലേ ഇത് ഫലിക്കും. 5:30 ഓട്ടോമാറ്റിക് എഴുന്നേക്കും സാറേ. 5:30 ആകുമ്പോൾ എനിക്ക് 5:30 ആയി പിന്നെ ഉറക്കമില്ല എനിക്ക്. കാരണം എന്റെ പഴയ ശീലമാണ്. ഞാൻ ജോലിക്ക് പോകുമ്പോ 5:30 ആവാൻ എഴുന്നേക്കാറുണ്ട്. അതെന്റെ ശീലമാണ് 5:30. ശീലങ്ങൾ മാറ്റാനല്ലേ സജീവ് ഇവിടെ വന്നത്? അത് തീർച്ചയായിട്ടും മാറ്റിക്കോ നാളെ മുതൽ. ഇല്ല, മാറ്റത്തില്ല. നാളെ മാറ്റത്തില്ല. അവിടെ തന്നെ ഇരുന്നോ. 5:30 ആകുമ്പോ ഞാൻ ഓട്ടോമാറ്റിക് അവിടെ തന്നെ ഇരുന്നോ. ഓക്കെ, കഴിഞ്ഞു, മാറ്റർ കഴിഞ്ഞു. ഒന്നിക്കൽ നിങ്ങൾ മാറുക, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. നിങ്ങളുടെ തീരുമാനമാണ്. ഞാൻ പറയേണ്ട പറഞ്ഞു. അല്ല, ഞാൻ ഇത് ചോദിച്ചെടുത്താണ് ഇതിന്റെ എങ്ങനെയാണുള്ള. ഇനിയിപ്പോ എന്താ മറുപടി വേണ്ടത്? ഞാൻ 5:30 മണിക്ക് എഴുന്നേക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? അല്ല, എത്ര മണിക്ക് സാറിന് ചെയ്യേണ്ടതെന്നല്ലേ ചോദിക്കുന്നത്? 5:30 അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ. അത് നിങ്ങൾക്ക് പറ്റില്ലല്ലോ. 3:30 ഓക്കെ, വേറെ ഡൗട്ട്, ഇത്തരം ഡൗട്ടുകളൊന്നും ചോദിക്കരുത്. സമയം കളയരുത്, വെറുതെ വിലപ്പെട്ട സമയം കളയരുത്. അതിനകത്ത് എന്തെങ്കിലും പോയിന്റ് വേണ്ടേ പറഞ്ഞത് എത്ര മണിക്ക്. അപ്പൊ ഞാൻ എത്ര മണിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സമയം പറഞ്ഞ US ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യും ഇപ്പൊ? സാർ ഉദ്ദേശിച്ച ഏർലി മോർണിംഗും പിന്നെ ബിഫോർ നൈറ്റും. അങ്ങനെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ.
സാറ് സ്വാഭാവികമല്ലേ? സാറ് ഒരു തവണ എഴുതിയിട്ട് 21 പ്രാവശ്യം വായിക്കാനല്ലേ? അതെ അതെ correct. അതെ ശരി, കറക്റ്റാണ്. ഓക്കെ, എനി മോർ ഡൗട്ട്? സർ ആ കഴിഞ്ഞ 29-ാം തീയതി ഞാൻ ക്യാഷ് ഇട്ടായിരുന്നു ബുക്കിന് വേണ്ടി. പക്ഷെ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. 29th. 40. Number 40 is the one. യെസ്. ജോളി, എന്താ പേര്, അഡ്രസ് എന്താണ്? ജോളി. ജോളി, ഒന്ന് അഡ്രസ് പറയാം, ഞാൻ ചെക്ക് ചെയ്യാം. എനിക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ജോളിയുടെ ഒരു പേയ്മെന്റ് അയക്കാൻ ബാക്കിയുണ്ടോ എന്ന് നോക്കും ബുക്കിന്റെ ഫയലിനകത്ത്. പ്രസീത അഡ്മിൻ ഒന്ന് ശ്രദ്ധിച്ചേ. ജോളിയുടെ അയച്ചിട്ടുണ്ടല്ലോ ബുക്ക്. അയച്ചിട്ടുണ്ട്. അപ്പൊ നാളെ എങ്ങനെ കിട്ടുമായിരിക്കും. ഒന്നൊരു കാര്യം ചെയ്തോ, ഒന്നുകൂടി അഡ്രസ് എഴുതിയിട്ട് ഒന്നാ ഗ്രൂപ്പ്, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്ക്, ഒന്ന് റീചെക്ക് ചെയ്യാം. ഓക്കെ സർ. കേട്ടോ, താങ്ക് യു. ഒന്നൊരു ചെക്ക് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ കിട്ടിയില്ല, പോസ്റ്റ് വഴി ആകുമ്പോഴേ ചിലപ്പോൾ വ്യത്യാസം വന്നു അറിയാം. നമ്മൾ ഉടനെ തന്നെ ഓൺലൈനിലേക്ക് വരും. അത് ആമസോണിൽ വരും. ഇപ്പൊ ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്, ആമസോണിലേക്ക് വരും. ഹലോ സാർ. യാ പറയൂ. ഹലോ സാർ, എനിക്ക് വേണം പുസ്തകം. ഹലോ സാർ, ഞാൻ സുഹറയാണ്. എനിക്ക് വേണം പുസ്തകം. പറയാ പൈസ അയച്ചു കൊടുക്കണ്ട്. എങ്ങനെയാ അറിയണേ? പൈസ എങ്ങനെ അയക്കണ്ടേന്ന് അറിയില്ല എന്നാണോ, പൈസ എത്രയാണെന്ന് അറിയില്ല എന്നാണോ? ഞാൻ അയച്ചു കൊടുക്കാം. എനിക്ക് വേണം പുസ്തകം. പറയാ ഓക്കെ, ഓർഡർ ചെയ്തോളൂ, ഓർഡർ ചെയ്തോളൂ. ഇത് നമ്മൾ ഇത് എഴുതുമ്പോ എഴുതാതെ ദിവസം എഴുതണോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പറയുന്നതിന്റെ ഇടയിൽ ഇത് പറഞ്ഞല്ലോ, ദിവസം 3 പ്രാവശ്യം എഴുതി പറയുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓട്ടോ സജഷൻ മോഡിലേക്ക് വരുന്നത് വരെ എഴുതുക. പിന്നെ ഓട്ടോ സജഷൻ ആയാൽ മതി. നിങ്ങൾക്ക് തന്നെ മനസ്സിൽ നിന്ന് അത് പുറത്തു വരണം. അതൊന്ന് കംപ്ലൈന്റ് ആയി. ഇത് എന്തോ റേഞ്ചിന്റെ പ്രശ്നം എന്താ വന്നപ്പോ കേട്ടില്ല, അത് കാരണം ഓക്കെ, കുഴപ്പമില്ല. നാളെ വീഡിയോ, യൂട്യൂബ് വീഡിയോ കൂടെ കണ്ടോളൂ. ബിസിനസ് ലിങ്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഇട്ടായിരുന്നല്ലോ, ഒരു വീണ്ടും ഇടണോ? കുമാരി ശ്രീജ 246 ഒന്നുകൂടി ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഇന്ദുലേഖ ബുക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ദുലേഖ ഒന്നുകൂടി അഡ്രസ് ഒന്ന് അയച്ചു കൊടുക്കണേ. ചിലപ്പോൾ ബുക്കുകൾ ഇങ്ങനെ കുറേ, എന്താണെന്നറിയോ, നമുക്കിപ്പോ സംഭവം നിങ്ങളോട് ഒന്നുകൂടി പറയാം, എല്ലാവരോടും ഒരു എക്സ്ക്യൂസ് കൂടി പറയാം. നമുക്കിപ്പോ 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളാണുള്ളത്. 10. അപ്പൊ എത്ര ആൾക്കാരായിട്ടുണ്ടാവും? നിങ്ങളെ നമുക്ക് 17 കോഴ്സുകൾ ഉണ്ട് ഇപ്പോ. ഈ കോഴ്സുകൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് പേയ്മെന്റ് അയച്ചിട്ട് ഒരേ ആള് തന്നെ 5 ഗ്രൂപ്പുകളിലൊക്കെ ഇതേ സ്ക്രീൻഷോട്ട് ഇട്ട് കളയും. ഇത് ഷോർട്ട് ചെയ്ത് എടുക്കാന്ന് ഞങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമാന്ന് കരുതരുത്. രാവിലെ 3 മണി മുതലുള്ള ഫോൺ കോളുകളാ വരുന്നത്, വൈകിട്ട് 12 മണി വരെ. ഇത് അതിന്റെ ഇടയിൽ അറ്റൻഡ് ചെയ്യണം. അതേ ഫോണാണ് ഈ പിടിക്കുന്നതും ഈ സ്ക്രീൻ നോക്കേണ്ടത്. അപ്പൊ ചില സമയത്ത് നമ്മൾ മനുഷ്യനല്ലേ, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായിപ്പോ കിട്ടൂല ഇത്രയും ചാറ്റ് ഇത് വരുമ്പോ. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഒന്നുകൂടി അന്ന് ജസ്റ്റ് അഡ്മിൻ കാണാമല്ലോ, അതിനകത്ത് ഗ്രൂപ്പിൽ കാണാമല്ലോ, അഡ്മിന്റെ നമ്പർ കാണാമല്ലോ, അഡ്മിൻ എഴുതിയിട്ട് ആളെ കാണാമല്ലോ. അതിൽ ഏതെങ്കിലും ഒരാളെ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും കേട്ടോ. ഒരാളെയും നമ്മൾ മനഃപൂർവ്വം ഒരാളെയും അവോയ്ഡ് ഇതാക്കില്ല, മാക്സിമം നമ്മൾ നോക്കും. പക്ഷെ മനുഷ്യനായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല തിരക്ക്. ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്, അത് കണ്ടെന്ന് വരില്ല. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ചോറ് ഇങ്ങനെ വായിൽ എടുക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ മെസ്സേജ് വരുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് എല്ലാവരും സഹകരിക്കണം കേട്ടോ. ഓക്കെ, ബുക്കിന്റെ വിലയൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സാറേ. ബുക്കിന്റെ വില നിൽക്കില്ല. ഈ ബുക്കാണെങ്കിൽ 310 രൂപ പ്ലസ് ഇത് പോസ്റ്റൽ ചാർജ് 20 രൂപ. 2 പുസ്തകം ഒന്നിച്ച് മേടിക്കുകയാണെങ്കിൽ 530 രൂപ. വേറൊരു പുസ്തകം ഉണ്ട് നമ്മുടെ, അല്ലെ, ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ. ഓക്കെ സാർ, ഇത് നമ്മൾ ദിവസം ഗോൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, നമ്മുടെ പുസ്തകത്തിൽ എഴുതുമല്ലോ, അതിന്റെ കൂടെ ഇത് എഴുതി, ഇത് മാത്രം എഴുതിയാൽ മതിയോ? ഇനി നമ്മൾ കുറെ വേറെയാണല്ലോ എഴുതുന്നത്, വേറെ അഫർമേഷൻസ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഇത് മാത്രം മതിയോ ഇനി? അല്ല, ആ അഫർമേഷൻസ് എഴുതിയിട്ടാണോ ഇത് എഴുതേണ്ടത്? എല്ലാത്തിന്റെ റിസൾട്ട് ഒന്നല്ലേ? അതെ, അപ്പൊ ഇത് മാത്രം മതിയല്ലോ. ഗോൾ സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഇത് എഴുതാം അഫർമേഷൻ ആയിട്ട്, എന്നിട്ട് 21 തവണ വായിക്കാം. അത് അവിടെ ക്ലാസ്സിൽ വരുന്നവർക്ക് ഞാൻ അവിടെ കൊടുക്കുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും കൊടുത്ത സാധനല്ലേ.
നിങ്ങൾക്ക് ആ ഏതാണോ അതെ ബെനിഫിറ്റ് ആയി തോന്നുന്നത് അത് ചെയ്തോളൂ. നമുക്ക് ആ റിസൾട്ട് കിട്ടണം, അത്രയും നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ അല്ലേ? ആയിക്കോട്ടെ സർ. എന്താ അതല്ലേ പറയാ 3:30 എഴുന്നേൽക്കുക. ആ 3:30 ഞാൻ സജീവനോട് വെറുതെ പറഞ്ഞതാ. അല്ല സജീവൻ സർ, ഞാൻ എത്രയോ കാലമായിട്ട് 3:30 എഴുന്നേക്കുന്നത്. സജീവൻ അങ്ങനെ മാറില്ല എന്ന് പറഞ്ഞിട്ട് സജീവനെ ഞാൻ പറഞ്ഞതാ 3:30 മണിക്ക് എഴുന്നേക്കാൻ. അല്ലല്ല ഞാൻ അല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ 3:30 എത്രയോ കാലമായിട്ട് എഴുന്നേക്കുന്നത്. എനിക്ക് സന്തോഷം. യോഗാസനം ഒക്കെ ചെയ്യാൻ ടൈം വേണം അതിന്. ഓക്കെ ഓക്കെ. സജീവനെ ഞാൻ 3:30 മണിക്ക് എഴുന്നേറ്റാലേ അത് മാറ്റം ഉണ്ടാവുള്ളൂ. അവൻ അല്ലെങ്കിൽ നിൽക്കില്ല. അതായിരിക്കും. 4 മണിക്കായിരുന്നു, ഇപ്പൊ 3:30 ആക്കി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഉറക്കം കുറയരുത്. താങ്ക് യു അതിനനുസരിച്ച് സർ. മുന്നേ ഉറങ്ങിക്കൊള്ളണം. ഉറങ്ങാനാണ് എന്താ ഈ ആ ക്ലാസ് കഴിഞ്ഞ് ഉറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും. അപ്പൊ നിങ്ങൾ 3:30 മണിക്കൊന്നും എഴുന്നേക്കരുത്. ദയവേത് എഴുന്നേക്കരുത്. അസുഖം കൂടും, വല്ലാണ്ട് കൂടും. മിനിമം 7 മണിക്കൂർ ഉറങ്ങാതിരുന്നാൽ അസുഖം കൂടും, വല്ലാണ്ട് കൂടും, പിടിച്ച കിട്ടില്ല നമുക്ക്. അതുകൊണ്ട് ഉറക്കത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പഠനത്തിന് നിങ്ങൾ ആരും നിൽക്കരുത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കും. രാവിലെ ഉണർന്നു പോകും സാർ, രാത്രി വേഗം ഉറക്കം വരും. അപ്പൊ വേഗം ഉറങ്ങിക്കോ. അല്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണ്ടേ? അത് ക്ലാസ് ഉറങ്ങിക്കൊണ്ട് കേട്ടോ. നാളെ കേൾക്കാമല്ലോ ക്ലാസ്. ഇന്ന് തന്നെ വേണമെന്നില്ലല്ലോ. ഇത് നാളെ ഉണ്ടല്ലോ. അതില്ല ആ അതില്ല ഉറങ്ങണം. ഉറക്കത്തിൽ കുറക്കരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ കാലിലെ അസുഖമൊക്കെ മാറാൻ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരോടും ശരി. ബൈ ബൈ. സാർ ഒരു കാര്യം സാർ സാർ താങ്ക് യു. ഞാൻ തൃശ്ശൂരിന്ന് ബിന്ദു ആണ് വിളിക്കുന്നത്. സാർ ഒരു മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിന്ദു ശിവദാസ്. ഞാന് മറ്റേ അഡ്മിനായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ സാറിനൊന്ന് നമ്പർ തന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. കേൾക്കുന്നില്ലേ? ഞാൻ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെന്നോ? അതായത് ഒരു മീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു 24-ാം തീയതി കഴിഞ്ഞ മാസം. അപ്പൊ അതില് സാറ് അന്ന് എന്റെ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞ് സാറ് പെട്ടെന്ന് ഒരു റെമഡി എനിക്ക് പറഞ്ഞില്ല. എന്നോട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യമൊക്കെയാണ് സംസാരിച്ചത് അന്ന്. എന്നിട്ട് ഒരു മീറ്റിംഗ് കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ക്ലാസ് അത് കിട്ടിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ ആ ജേർണി ടു ഹാപ്പിനെസ് കുറച്ച് ക്ലാസ് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേ. നിങ്ങൾ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ? അതായത് ഈ ലൈവ് ക്ലാസ് അല്ലേ സാർ? അല്ലല്ല, ഇപ്പൊ നടക്കുന്ന ഈ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്ന നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ക്ലാസ്സും മെഡിറ്റേഷനും നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നിങ്ങളിലെ മൈൻഡിലേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ബ്ലോക്കായി നിങ്ങൾ നിൽക്കുന്നുണ്ടായി. ഞാൻ പറഞ്ഞു ആ ക്ലാസ് നിങ്ങൾ ആദ്യം കയറുക, അതിൽ അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടായ കാരണമാണ് സാറ് പറഞ്ഞ എന്നോട് ഇതില് ക്ലാസ് കണ്ടോളൂ, ഫ്രീ ക്ലാസ്സിൽ കയറൂ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഫ്രീ ക്ലാസ്സിൽ ഇപ്പൊ എത്ര ദിവസമായി? ഫ്രീ ക്ലാസ്സില് ഇപ്പോ ആ സാർ പറഞ്ഞ ടൈമിൽ ഞാൻ 2-3 ദിവസമാണ് കയറാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് വയ്യാത്ത കാരണം ഇപ്പൊ ഒരാഴ്ചത്തോളം ഞാൻ ഇതിലുണ്ട്, ക്ലാസ്സിലുണ്ട്. ഇപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? സാറിന്റെ ഇടയിൽ ചിന്താഗതിയിൽ മാറ്റങ്ങളുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും ഇടയിൽ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ കയറി വരണ കാരണമുള്ള ഒരു ഇതുണ്ട്. ഇതിൽ കണ്ടിന്യൂ ചെയ്താൽ മാറും ഒരു വിശ്വാസമുണ്ട്. അല്ല, എന്താണെന്നറിയോ, നിങ്ങളിൽ വിഷയം എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല നിങ്ങൾ. ആ മാനസികാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാതെ എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ? മെഡിറ്റേഷൻ അല്ല പറഞ്ഞു മെഡിറ്റേഷനും എനിക്ക് 2-3 ദിവസം പറ്റുള്ളൂ. അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിൽ ഉണ്ടാകുമ്പോഴല്ലേ എനിക്ക് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് 2-3 ദിവസം പറ്റിയുള്ളൂ, അതും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? നിങ്ങൾ ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയാം. എനിക്കിവിടെ വഴികൾ കാണിച്ചു തരാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി നടക്കാൻ എനിക്ക് പറ്റില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. അതിനുള്ള ആർജവം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. അത് നിങ്ങൾ അകത്തുനിന്ന് ഉണ്ടാക്കണം. എനിക്ക് അതിന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാൻ പറ്റും. അല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു വഴിയും ആർക്കും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിന് പോലും പറ്റില്ല അത്. കാരണം നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഇത് ഇറങ്ങി വരണം. മെഡിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ മെഡിറ്റേഷൻസ് ഉണ്ട്, അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം. നിങ്ങൾ ചെയ്യാനുള്ള ശ്രമം നടത്തും ആദ്യം. എന്നിട്ട് തോറ്റിട്ട് പറയും ഞാൻ ഇത്ര ദിവസം ശ്രമിച്ചു, പക്ഷെ എനിക്കൊരു എഫക്റ്റ് ഉണ്ടായില്ല. ദെൻ വി ക്യാൻ ഡു സംതിങ് എൽസ്.
ഒന്നും ശ്രമിച്ചോ ബിന്ദു, ഡോൺ വറി, ഒന്നും ഇതാക്കണ്ട. ഒരു 4 ഡേയ്സും കൂടി നിങ്ങൾ കണ്ടിന്യൂസ് ശ്രമിച്ചു നോക്ക്. 4 ഡേയ്സ് രാവിലെ മെഡിറ്റേഷൻ ചെയ്യുക, വൈകിട്ട് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി അഡ്മിന് ബന്ധപ്പെട്ട ഞാൻ കണക്ട് ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാനിവിടെ വന്നിട്ട് കുറെ, എനിക്ക് ഒന്നാമത് ഓഫീസ് തിരക്കുള്ള സമയത്തല്ല ഞാൻ വരുന്നത്. 1 മണിക്കൂർ ഒക്കെ നിങ്ങളെ അതെനിക്ക് അറിയാം. ഞാൻ അതാണ് കോഴിക്കോട് ഇത് കൂടി കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു പിന്നെ മാഡത്തിനോട്. അതെ, ശരി. അതായത് ഒരു 4 ഡേയ്സ് കൂടി നിങ്ങൾ രാവിലെ മെഡിറ്റേഷനും ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യേ. ഈ 4 ഡേയ്സിൽ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എന്നെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കാണിക്കും, ഞാൻ ഇവിടെ ഉണ്ടെന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ എന്താ പ്രിയ? ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഷർഫുദ്ദീൻ നേരത്തെ ചോദിച്ചത് നമ്പർ അഡ്മിനോട്, അവർ ഗ്രൂപ്പിനകത്ത് കിട്ടോട്ടെ, നമ്പർ കിട്ടോട്ടെ, അഡ്മിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എന്താണ് മല്ലിക പറയുന്നത്? പെട്ടെന്ന് പറഞ്ഞു വരിക. സാറേ, ഞാൻ ഇന്നാണ് സാറിന്റെ ക്ലാസ്സിൽ കയറിയ. ഞാൻ യൂട്യൂബ് വഴി വന്ന ആളാണ്. എനിക്ക് സാറിന്റെ ക്ലാസ് കേട്ടിട്ട് ഒത്തിരി വ്യത്യാസമായി. എനിക്കാണെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്ക് തലവേദന കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇപ്പം നല്ല പോണൊക്കെ എനിക്ക് ഞാൻ രാവിലെ വെളുപ്പാനെ 5 മണിക്കൊക്കെ ആയിരുന്നു ഒന്നുറങ്ങുന്നത്. ഇപ്പൊ ഞാന് നല്ല ഉറക്കമുണ്ട്. മെഡിറ്റേഷൻ രാവിലെ ചെയ്യുന്നുണ്ട്, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. പിന്നെ 41 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സാറേ എനിക്ക് പെട്ടെന്നൊരു ഹാർട്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായി. സാറ് പ്രശ്നം എന്ന് പറയലെന്നല്ലേ പറയുന്നത്, ഒരു കാര്യത്തിൽ നമ്മുടെ മണിയുമായിട്ടുള്ള കാര്യത്തില് അങ്ങനെ ആയപ്പോ പെട്ടെന്ന് എനിക്കിതുണ്ടായി. പക്ഷെ എനിക്കിപ്പോ അതുണ്ടെന്ന് പോലും ഉള്ള എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അല്ലെങ്കിൽ ഞാനും എന്റെ ചേട്ടനും എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുക, പോയി കിടക്കുക, ഇതേ ഉള്ളൂ. ഞങ്ങള് മുറ്റത്തോട്ട് പോലും ഇറങ്ങത്തില്ല, ആരുടെ മുഖത്ത് പോലും നോക്കണമെന്ന് തോന്നത്തില്ല. റോഡിനരികിലാണ് വീട്. റോഡിൽ കൂടെ അടുത്ത സ്കൂളൊക്കെ ഉണ്ട്, കുട്ടികളെല്ലാം പോകും. അവരെ ഒന്നും കാണണമെന്ന്, ആരെയും കാണണമെന്ന് ഒന്നും തോന്നലൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്റെ ചേട്ടനെ അതുകൂടെ കൊണ്ടുവന്നു. ചേട്ടനാണെങ്കിൽ പിന്നെ ഇപ്പൊ സെപ്റ്റംബർ 8-ാം തീയതി പോകാൻ വന്നതാണ് സൗദിയിൽ നിന്ന്. ഒരു സുഖമില്ലാതാണ്, രോഗം എന്ന് പറയത്തില്ല, ഞാൻ എല്ലാം മാറ്റി കൊണ്ടുവരും. പിന്നെ അങ്ങനെ വന്നതാണ് സാറ്. അപ്പം അച്ഛനും ചേട്ടനും സുഖമില്ലായിരുന്നു. അപ്പൊ അച്ഛനെയും കൊണ്ട് നടന്നപ്പോ ചേട്ടന് പോകാൻ പറ്റിയില്ല. ഇപ്പൊ ഒരു അറബി പറഞ്ഞിട്ടുണ്ട്, അതിന് പോകണം. പിന്നെ നമ്മള് അക്കാമയ്ക്കൊക്കെ പൈസ ഒത്തിരി ആവും, അതിന്റെ എല്ലാം സമയം കഴിഞ്ഞായിരുന്നു. അപ്പൊ ഉടനെ ശരിയാകുമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്റെ മോന് ജോലി ഒന്നും എല്ലായിടത്തും പോകും വരും. അവന് LLBക്ക് പിന്നെ 1ാമത്തെ റാങ്ക് തിരുവനന്തപുരം ലോ കോളേജിൽ കിട്ടിയതാണ്. അവൻ പോയി, അത് കഴിഞ്ഞ് അവൻ അതിൽ നിന്നെല്ലാം വിട്ടു, വലിയൊരു വണ്ടി എടുത്തു, അതും നഷ്ടത്തിലായി. അവൻ പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നെ ട്രേഡിങ് ഇടയ്ക്ക്, പിന്നെ അത് കഴിഞ്ഞ് ആ ട്രേഡിങ്ങും ചെയ്തിട്ട് സാറേ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട്. പിന്നെ സാറേ ഇവൻ പോകും ഇവിടുന്ന്, അച്ഛനും മോനും കൂടി ഇച്ചിരി ഒരു ഇതായി. അന്നേരം ഒന്ന് എന്റെ കുടുംബത്തോട്ട് പോയി. അവര് പിന്നെ എങ്ങനെയോ 2 ഇടും എറണാകുളത്തിന് വിട്ടു, 2 ഇടും പോന്നു. പിന്നെ ഞാൻ ഇത് സാറിന്റെ ഇത് കഴിഞ്ഞപ്പോ തുടങ്ങി, ഇപ്പൊ തന്നെത്താൻ പോയി അവിടെ ഓൺലൈനായിട്ട് ടാക്സി ഓടിക്കുന്നു. ഇപ്പം ദിവസവും 2,500 രൂപയുടെ ഒക്കെ ഓട്ടോ ഓടുന്നുണ്ട് സാറേ. പിന്നെ മോള് ഡോക്ടറാണ്. പിന്നെ മോള് വെളിയിൽ പഠിച്ചതാണ്. ആദ്യം വന്നത് തന്നെ FMGയുടെ പരീക്ഷ എഴുതി നല്ല മാർക്കോട് പാസ്സായി. ഇപ്പം ജനറൽ ഹോസ്പിറ്റലില് ഹൗസ് സർജൻസി ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഫണ്ടില്ല സാറേ, അതിന് പോലും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ല. എങ്കിലും ഞാൻ കരയുന്നതായിരുന്നു എല്ലാവരുടെയും മുന്നേ. ഇപ്പൊ സാറിന്റെ മുന്നേ വന്നപ്പോ ഞാൻ സന്തോഷത്തോടെ പറയാം, ഞാൻ എന്തോ കാര്യം പറഞ്ഞാലും കരയുന്നതാ. അതിനുള്ള ഫണ്ടില്ല. പക്ഷെ ഗവൺമെന്റിൽ നിന്ന് 25,000 രൂപ വെച്ചുണ്ട്. പക്ഷെ ഫോറിനിൽ പഠിച്ച കുട്ടികൾക്ക് ഇല്ല. അത് പിന്നെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം സാറിന്റെ ഇത് കേട്ടിട്ട് ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അത് മോക്ക് അതുകൂടെ കിട്ടുമെന്നുള്ള വിശ്വാസമല്ല, കിട്ടും. പിന്നെ എനിക്ക് ഇതിന് പിന്നെ 1,115 രൂപ അടയ്ക്കാൻ സാറ് സത്യമായിട്ടും എന്റെ ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. എന്റെ മോൻ പോയി ആദ്യമായിട്ട് എനിക്ക് TMTയുടെ പിന്നെ ഇത് ടെസ്റ്റിനുള്ള പൈസ ചൊവ്വാഴ്ചത്തേക്ക് അയച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് അതല്ല വേണ്ടുന്നത്, സാറിന്റെ ക്ലാസ്സിൽ കയറണം. അവൻ ആദ്യമായിട്ട് ജോലി ചെയ്ത പൈസ 1,500 അയച്ചു തന്നു. എന്നിട്ട് ഇനിയും കുറവുണ്ടോ മമ്മി എന്ന് പറഞ്ഞു. അന്നേരം അവനൊരു ലോട്ടറി എടുത്ത് സാറേ 100 രൂപ അടിച്ചു. അത് കഴിഞ്ഞ് ആ 100 രൂപയുടെ അടുത്ത് അങ്ങനെ 1,111 രൂപ എനിക്ക് അയച്ചു തന്നു. ഞാനത് 3 ദിവസം മുമ്പ് അക്കൗണ്ടിൽ ഇട്ടു. ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് സാറേ. ഇപ്പൊ എല്ലാവരുടെ മുഖത്ത് നോക്കാനും എല്ലാവരുടെ കാര്യം പറയാനും എല്ലാം എനിക്ക് അങ്ങനെ പെട്ടെന്ന് സാറേ ഒത്തിരി സന്തോഷം സാറേ. സാറേ ഞങ്ങളെ ഉയരങ്ങളിൽ സാർ എത്തിക്കുമെന്നുള്ള
ആത്മവിശ്വാസം ഉണ്ട്. തീർച്ചയായും എന്റെ ചേട്ടന് നിങ്ങൾ ഉടനെ അത് പോകാൻ ഉണ്ടാകും. എന്റെ നിങ്ങൾ മോൻ എത്തുമ്പോൾ മാത്രമേ ഞാൻ ഈ ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ പാരിതോഷികം അല്ലെങ്കിൽ എന്താ പറയാ ദൈവം അത് പിന്നെ സാറേ ഞാൻ നോക്കുന്നിടത്തെല്ലാം സാറ് പറഞ്ഞ നമ്പരുകള്, പിന്നെ എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ അതെല്ലാം കാണുക. പിന്നെ ഞാൻ ഈശ്വരന്മാരെ എന്റെ മഹാദേവനാണ് കണ്ടാണ് സാറേ എവിടെ നോക്കിയാലും ഇരിക്കുന്നതാണ്. ഉണ്ടാവട്ടെ. തഥാസ്തു തഥാസ്തു തഥാസ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നേടാൻ പറ്റട്ടെ. വലിയ വലിയ അവരോടത് പറയാം. എനിക്കിപ്പോ അത് നോക്കി നോക്കി വന്നതാ എങ്ങനെ ചെയ്യുന്നേന്നുള്ള രീതി ഇത് അറിയത്തില്ല. ഇപ്പോഴാണ് എനിക്കത് കിട്ടി, ലാസ്റ്റിൽ കിട്ടി. സാറിനോട് ലാസ്റ്റിൽ എനിക്ക് എല്ലാം പറയാൻ സാധിച്ചതിൽ ഒത്തിരി 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 സന്തോഷം. സാറിനെ കണ്ടതിലും എവിടെ ചേട്ടനോടെ മനോഹര രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ടല്ലേ? ഞാൻ ചോദിക്കാം. നമസ്കാരം സാറേ. മനോഹരം. നമസ്കാരം സാർ. നമസ്കാരം 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 നമസ്കാരം. ഏറെ സന്തോഷം. കേട്ടതെല്ലാം അതിമനോഹരം. അവൻ ആദ്യം ജോലി ചെയ്ത് പൈസ അയച്ചു സാറിന് ഇതിൽ തന്നെ ഞാൻ ചേർന്നു. ഓ മോനെ ആദ്യം അയച്ചു തന്ന പൈസ കൊണ്ട് ഞാൻ ഇതിൽ ചേർന്നു. നല്ല നല്ല ഞാൻ പറഞ്ഞു പുണ്യജന്മമാണ്. നിങ്ങൾ രണ്ടുപേരുടെയും പുണ്യജന്മമാണ്. ഒന്നുകൂടി കാണിച്ച മനോഹരട്ടെ. നിങ്ങൾ രണ്ടുപേരും പുണ്യജന്മമാണ്. ഇനി നിങ്ങൾ ഇതുവരെ സംഭവിച്ചതൊക്കെ കഴിഞ്ഞു. ഇനി ഓരോ നിമിഷവും അത്രയും നന്നായിട്ട് തന്നെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എന്നും പ്രാക്ടീസ് ചെയ്യുക. നമ്മളിപ്പോഴും ഇവിടെ ഫ്രീ ക്ലാസ്സുകൾ ഉണ്ട്. ഇതിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അതിൽ തന്നെ സംതൃപ്തമായി ഇങ്ങനെ പുഞ്ചിരിച്ച് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ക്ലാസ് കാണുക, പങ്കെടുക്കുക. അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ഇതിനേക്കാളും വലിയ സംഭവം ലോകത്ത് നമുക്ക് ലഭിക്കാൻ. എന്റെ സാറിനോട് പറയാൻ എന്റെ ചേട്ടന് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ദേഷ്യമില്ല. ഞാൻ കാണുമ്പോ പറയും നീ എന്തുവാ എപ്പോഴും വെച്ച് കാണുന്ന എന്തുവാ. എന്നിട്ട് ഞാൻ പറയും ചേട്ടനും എന്റെ കൂടെ തന്നെ വരുമെന്ന്. അതുകൂടൊക്കെ സംഭവിച്ചു സാറേ. ഇന്ന് എന്റെ കൂടെ ഇരുന്ന് കണ്ട് എന്നോട് എന്നിട്ട് പറയാം നീ എന്തുവാ ഇത് ചെയ്യുന്നതല്ല ശരിയായി ആക്കി ഇങ്ങനല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സാറേ. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ കരയുന്നതാ. സാറിന്റെ മുന്നേ എനിക്ക് നല്ല സന്തോഷത്തോട് ചിരിച്ചോണ്ടിരിക്കാനാണ് ഇഷ്ടം. താങ്ക് യു. നിങ്ങൾ പത്തനംതിട്ട ജില്ല കോന്നിയാണ് സാറേ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങളെയും വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആണ് സാറേ. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഞങ്ങള് സാറിനെ പിന്നെ ഞാൻ ദൈവത്തെ പോലെ കാണുന്നു. അയ്യോ അങ്ങനൊന്നുമില്ല. ഞാൻ ഈശ്വരനെ വിളിക്കുന്നുണ്ട്. പക്ഷെ സാറേ എന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്നും പോകുന്നില്ലായിരുന്നു. ഇപ്പൊ ഇത് ഈശ്വരനിലോട്ട് ഇതായി കഴിഞ്ഞ് സാറിന്റെ ഇത് ക്ലാസ്സുകൾ കേട്ടപ്പോ എന്റെ ഞാൻ പുറമേട്ടുള്ള ഒരു കാര്യങ്ങളും ചിന്തിക്കുന്നില്ല. എന്തുവരെ ഞാൻ പറയാൻ വന്നാലും ചേട്ടൻ പറയും നീ എന്തുകൂടി പറയുന്നേ എന്ന് പറഞ്ഞ് എന്നെ ഇതാക്കും. നിങ്ങൾ മഹാദേവനിൽ തന്നെ അർപ്പിക്കുക. എല്ലാത്തിനും പരിഹാരം അവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എവിടെ നോക്കിയാലും കാണും സാറേ. എവിടെ നോക്കിയാലും കാണും സാറേ. ശംഭോ മഹാദേവൻ. സാറ് പിന്നെ അതുകൊണ്ടൊക്കെ സാറ് പറഞ്ഞില്ലേ എല്ലാം കാണണമെന്ന്. എവിടെ എന്ത് ഞാൻ കാണണമെന്ന് വിചാരിച്ചാലും ഞാൻ നോക്കിയാൽ കാണുന്നുണ്ട് സാറേ. അതെന്തോ ഞാൻ ഈ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെയല്ല, സാറിന്റെ ആ ഓരോ ക്ലാസ്സും ഞാൻ കേട്ട് അത് എന്നിൽ നിന്ന് അങ്ങ് മാറി. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒരു രോഗവും ഇല്ല ചേട്ടാ, എനിക്കിപ്പോ ഇത് ടെസ്റ്റ് ചെയ്തില്ലേലും കുഴപ്പമില്ലെന്നാ ഞാൻ പറഞ്ഞത്. തലവേദന മാറി, ഉറക്കം തലവേദന മാറി. 10-35 വർഷമായിട്ടുള്ള തലവേദന എനിക്ക് മാറി, ഉറക്കം ശരിയായി. എനിക്കെന്തായാലും ഇതിനകത്ത് ചേരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സാറേ. ഞാൻ മോൻ അയച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് ചേരണം. അവന് പറയും എന്തോ അമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ അവൻ ഇങ്ങോട്ട് ചോദിച്ചു എത്രയും കൂടെ വേണമെന്ന്. ഞാൻ പറഞ്ഞു ബാക്കി ഇടാൻ എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇന്നാ 100 രൂപയുടെ ഇരിക്കട്ടെ, 1111 മമ്മി ഇടണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടു തന്നു. ശരി, കാണാം ക്ലാസ്സിൽ കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാറേ. 15-ാം തീയതി അല്ലേ ഞങ്ങളുടെ ക്ലാസ് തുടങ്ങും. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഒന്നിച്ച് പഠിക്കണേ. ചേട്ടനെ ഞാൻ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നു, കൂടെ തന്നെ ചേർത്തിരിക്കുന്നു കേട്ടോ. ഓക്കെ സാർ. താങ്ക് യു. താങ്ക്സ്. ഇതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം അല്ലേ? അവരത് എന്റെ കുഞ്ഞു റേഡിയോ നല്ലതായില്ല സാറേ. എനിക്ക് വലിയ സന്തോഷം. 30 വയസ്സായ 30 വയസ്സ്. ശരി. അവൻ ദുബായി പോയി, അവിടെ ശരിയായില്ല. എല്ലായിടത്തും പോയി. ദുബായി പോയി ചേട്ടൻ കൊണ്ടുപോകാനിരിക്കുമായിരുന്നു. അപ്പൊ അത് നടന്നുമില്ല. പക്ഷെ ഇപ്പൊ അവൻ പോയി. ഒരു ദിവസം അവനെ കഴിയുന്നത് ചെയ്യുന്നുണ്ട്. ഏറെ സന്തോഷമുള്ള അച്ഛനും അമ്മയ്ക്കും അത് അഭിമാനിക്കാം. ഏതായാലും ശരി. അല്ല, ഞാൻ മറ്റുള്ളവരോടാ പറഞ്ഞു.
അല്ലെ? ഇതൊക്കെയല്ലേ നമുക്കെല്ലാവരും നമ്മളിവിടെ വൈകുന്നേരം ഇരിക്കുമ്പോ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത് അല്ലെ? അതെ. എവിടേക്കോ ആർക്കോ എവിടേക്കോ സംഭവിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഫണ്ടമെന്റൽ, ഇത്രയേ ഉള്ളൂ. ആരാൾക്കാണോ അതിന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത്, എവിടെയാണോ വിശ്വാസമുള്ളത് അവിടെ മാത്രമാണ് വിജയമുണ്ടാവുക. വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ലക്ഷ്യവും വിശ്വാസവും വളരെ പ്രധാനമാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ പിരിയാം, പോണ്ടേ? കുറെ പരിപാടികളുണ്ടല്ലോ ബാക്കി. സാറിന്റെ ഇതൊരു പുണ്യജന്മം അല്ലേ സാർ? എന്നെ ഭാഗ്യമുണ്ട് സാർ. നിങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴല്ലേ ഞാൻ പൂർണ്ണമാവുള്ളൂ. സാർ ഞങ്ങളുടെ ഭാഗ്യമാണ് സാറിനെ കണ്ടുമുട്ടാനും സാറിനോട് സംസാരിക്കാനും. നിങ്ങളുടെ ഭാഗ്യമാണ് എന്നിലൂടെ പ്രതിഫലിക്കുന്നത് മാത്രല്ലേ. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് അതിന്റെ എല്ലാം ഉള്ളത്. ഞാനൊരു കാരണം സാറിന്റെ എളിമ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാം ഇവർ പറഞ്ഞ പോലെ മഹാദേവനെല്ലാം നമ്മുടെ എല്ലാം അനുഗ്രഹം എവിടെ നിന്നാണോ ചൊരിയുന്നത് അത് നമ്മളിലേക്ക് എത്തുന്നു. ഇത്രേ ഉള്ളൂ. ഓരോ ആളും ഓരോ രീതിയിൽ വിശ്വസിച്ച്. ശരി, അപ്പോ ബൈ. താങ്ക് യു. ക്ലാസ് വേണ്ടവര്, പെയ്ഡ് ക്ലാസ്സുകൾ വേണ്ടവര് അഡ്മിനെ ബന്ധപ്പെട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. അമാന്തിക്കരുത്. ഏറ്റവും വില കുറച്ച പ്രൈസിലാണ് ഞാൻ തരുന്നത്. ഏറ്റവും എന്നെ കൊണ്ടാവുന്നതിൽ ഏറ്റവും കുറച്ച് തരുന്നുണ്ട്. അത് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. ക്ലാസ്സിൽ ചേരാനായിട്ട് മാത്രം വരരുത്, പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരിക, റിസൾട്ട് എടുക്കാനായിട്ട് വരിക എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ അത്രയും അവിടെ നമ്മൾ ടീമുകൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട്. ചിലവർക്ക് എല്ലാവർക്കും എല്ലാം ലഭിച്ചെന്ന് വരില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും ലഭിക്കില്ല എന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. എല്ലാവരും ക്ലാസ് ജോയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി ഇതുപോലെ പറയുക. അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് എനിക്കുള്ള ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്നറിയുക. അത് മാത്രമാണ് എനിക്ക് എല്ലാ പ്രാവശ്യവും അല്ലെ നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടായി എന്ന് കേൾക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അല്ലെ നിങ്ങൾ 50,000 1 ലക്ഷമോ കൊണ്ടു തന്നിരുന്നു എനിക്ക് വലിയ അതൊക്കെ ആവശ്യമുണ്ട്, അതൊന്നും ആവശ്യമില്ല. അപ്പൊ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് നിങ്ങൾ പറയുന്ന ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. ശരി, അപ്പൊ പിരിയാം. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. Thank you, sir. Thank you.